തുടങ്ങാം സാറേ, തുടങ്ങാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ മറുപടി അയക്കാട്ടോ. എല്ലാവർക്കും ഭയങ്കര മഴയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പല സ്ഥലങ്ങളിലും കറണ്ട് ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സാറേ, എന്നെ കാണാൻ ക്ലിയർ അല്ലേ? അതുപോലെ പറയുന്നത് കേട്ടൂടെ? ക്ലിയർ ആണ് സാറേ, വോയിസും ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. കുറെ പേര് ഗുഡ് ഈവനിങ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. നമ്മൾ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാന്നേ. ഈ മീറ്റിംഗിലുള്ള എല്ലാവർക്കും സുഖല്ലേ? ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സുഖമാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് സുഖമാണ്, താങ്ക് യു. ശരി, നമുക്കിന്ന് പതുക്കെ തുടങ്ങാം അല്ലേ? ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇതിൽ എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ടായിരിക്കാം, അറിയാത്തവരും ഉണ്ടായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഡോക്ടർ ഹരിദാസ്. ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലെ മെയിൻ ആയിട്ടുള്ള ടീച്ചറാണ്. അത്രയും ഞാൻ പരിചയപ്പെടുത്താറുള്ളൂ, വേറെ പ്രത്യേകിച്ച് അധികം ഒന്നും പറയാനില്ല. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജയേഷ് സാറാണ്. ദ്രോണയിലത്തെ ടീച്ചർ തന്നെയാണ് സാറും. അപ്പൊ നമ്മളാണ് ഇന്ന് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഇൻട്രോ മീറ്റിംഗിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദ്രോണയുടെ പേരില് ഒരു എന്താ പറയാ, എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമുക്ക് അങ്ങനെ ഫോർമൽ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് തീരെ അറിയാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫോർമൽ ആവാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അതിനേക്കാൾ നല്ലത് നമുക്ക് സിമ്പിൾ ആയിട്ട് സംസാരിക്കലായിരിക്കും തോന്നുന്നു. ഇതൊരു വലിയ ഇന്റർനാഷണൽ മീറ്റിംഗ് ഒന്നും അല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇപ്പൊ തുടങ്ങാൻ പോകുന്ന പ്രൈം ബാച്ചിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് നിങ്ങളെ അട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് തന്നെയാണ്. അപ്പൊ കുറച്ച് പേരൊക്കെ ദ്രോണയിൽ വന്നിട്ടുണ്ടാവാം, ഫൗണ്ടേഷൻ ബാച്ചുകളിലോ അല്ലെങ്കിൽ HS ബാച്ചിലൊക്കെ ഉള്ളവരോ അങ്ങനെയൊക്കെ ദ്രോണയിൽ, അല്ലെങ്കിൽ ദ്രോണയിൽ ഒരു തവണ വന്നവരോ ഉണ്ടാവാം അല്ലെ? ദ്രോണയിൽ വരാത്തവരും ഇതിൽ കാണാം. അപ്പൊ വന്നവർക്കായാലും ശരി, വരാത്തവർക്കായാലും ശരി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. ഓക്കെ, സ്വാഗതമൊക്കെ പറഞ്ഞാൽ താങ്ക് യു ഒക്കെ പറയണം. റെസ്പോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ രസമുള്ളൂ അല്ലെ? താങ്ക് യു ഫെമിന, ക്രിസ്റ്റി, കുറെ പേരുണ്ടല്ലോ, ശ്രുതി, വിജയൻ. ഇതിന് ആയുർവേദക്കാരല്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. റെസ്പോൺസ് കാണുമ്പോൾ സന്തോഷമുണ്ട്. ശരി, നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ പറയുമ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഇനി നമുക്ക് അടുത്ത AIAPGET 2025 AIAPGET മെയിനായി എയിം ചെയ്യുന്ന ആളുകളായിരിക്കും ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതില് മനസ്സിലെ AIAPGET എന്നുള്ള കടുത്ത ആഗ്രഹം അല്ലെങ്കിൽ തീവ്രമായ ആഗ്രഹം അല്ലെ, പിന്നെ PG അല്ലെങ്കിൽ എനിക്ക് അത്യന്താപേക്ഷിതമാണ് എന്നൊരു തോന്നൽ, അത് നേടിയെടുക്കാനായിട്ട് ഹാർഡ് വർക്ക് ആയിക്കോട്ടെ, സ്മാർട്ട് വർക്ക് ആയിക്കോട്ടെ, അടുത്ത 8 മാസം സാറന്മാര് പറയുന്ന പോലെ ഞാൻ നിൽക്കാമെന്ന് മനസ്സ് കൊണ്ട് തയ്യാറെടുത്തിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി എന്റെ വക സ്വാഗതം. കാരണം അങ്ങനെയുള്ളവരെ കിട്ടിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങളുടെ ആഗ്രഹം ഇല്ലാണ്ടിരുന്ന് ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബാക്കി ഞാനൊന്നും ചെയ്യണ്ട. അതാണ് സത്യം. നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി. അത്ര തന്നെയാണ്. ഞാനെന്നല്ല, ഏത് എൻട്രൻസ് സെന്റർ ആയാലും ചെയ്യാവുന്ന ഒരു കാര്യം അത്ര മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറം വേറെ ഒന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറം വേറെ ഒന്നുമില്ല. ആ തീരുമാനം, ആ ഉറപ്പ്, അതാണ് നമുക്ക് ആവശ്യം. ശരി, ഇനി ഇതല്ലാതെ ചിലപ്പോ ഞാൻ എത്തി നോക്കാം എന്തൊക്കെയാ അവിടെ നടക്കണേന്ന് അറിയട്ടെ. ഇതുമായിട്ട് ഇനിയിപ്പോ ഈ സെന്ററിൽ അറ്റൻഡ് ചെയ്ത് ഇനി വേറെ സെന്ററിൽ എന്താണെന്നുള്ളത് നോക്കാം. അങ്ങനെ വന്നവരുണ്ടാവാം, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവരും ആയുർവേദക്കാരല്ലേ, നമുക്കൊക്കെ സ്വാഗതം. ശരി, ഇനിയിപ്പോ നമുക്ക് അടുത്ത കൊല്ലത്തെ കാര്യങ്ങൾ, ഞാൻ വലിയൊരു മീറ്റിംഗ് ആയിട്ടോ നമ്മുടെ എന്താ പറയുക ഇൻട്രോ മീറ്റിംഗ് എന്ന് പറഞ്ഞ
കെട്ടിഘോഷിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പറയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രം പറയാം. ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയ്ക്കൊക്കെ ആവശ്യമുള്ളൂ. കാരണം ദ്രോണയെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻട്രൻസ് ഫീൽഡിൽ, ആയുർവേദത്തിന്റെ എൻട്രൻസ് ഫീൽഡിൽ ദ്രോണയെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ തീർച്ചയായിട്ടുള്ള വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓവറായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നമുക്ക് 2025 PGക്ക് അല്ലെ ഫുൾ ടൈം കുത്തിയിരുന്ന് പഠിക്കാം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഉണ്ടോ ആരെങ്കിലും? ഒന്ന് മെസ്സേജ് അയച്ചോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പൊ നോട്ട് ചെയ്തൊന്നും വെക്കില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നോട്ട് ചെയ്ത് വെക്കില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും പോവാതെ. വെരി ഗുഡ്, വെരി ഗുഡ് അല്ലേ. അടുത്ത PGക്ക് വേണ്ടി എന്തായാലും സാറേ ഞാൻ ഇനി മാക്സിമം സമയം, അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, മാക്സിമം സമയം കുത്തിയിരുന്ന് ഞാൻ പഠിച്ചുകൊണ്ട്. വെരി ഗുഡ്. ഇനി വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴല്ലേ രസം കണ്ടത്, നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴേ സന്തോഷം. യെസ്, തെറ്റൊന്നുമില്ല കേട്ടാ, തെറ്റൊന്നുമില്ലേ, ഒരു കുഴപ്പമില്ല. വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും അല്ലേ, ഒരു കുഴപ്പമില്ല, നമ്മൾ പറയാം. ഉണ്ട്, ശരി, ആയിക്കോട്ടെ. ഞാൻ വീട്ടമ്മയാണ് സാറേ, എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു കുട്ടികളുണ്ട്, ഇനി കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞു, വീട്ടമ്മയാണ്. വീട്ടമ്മമാർ ആരെങ്കിലും ഉണ്ടോ? ആ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം നല്ലത്, എല്ലാ ഗ്രൂപ്പും നമ്മളാണ്. അതുപോലെ ഇപ്പൊ ദ്രോണയിൽ തന്നെ മുൻപ് വന്ന് എത്ര സിംഗിളുകൾ ഉണ്ടെന്ന് ഓക്കെ, ദ്രോണയിൽ തന്നെ മുമ്പ് വന്ന് എന്നാൽ അത്ര നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, എന്നത്തവണ എന്തായാലും ഞാൻ പിടിച്ചെടുക്കും എന്ന് വിചാരിച്ച് റിപ്പീറ്റർ എന്നൊരു ലേബൽ ലൂടെ വരുന്ന ആളുകൾ അങ്ങനെയുള്ളവരും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. വെരി ഗുഡ്. അല്ലാണ്ട് 2018 HS സെപ്റ്റംബറിൽ തീരുന്ന ആളുകൾ, 2018 ബാച്ച് HS സെപ്റ്റംബറിൽ തീരുന്ന ആളുകൾ ഇല്ലേ. ഈ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പഠിത്തം അങ്ങോട്ട് പഠിക്കും സാറേ, ഞാൻ കുത്തിയിരുന്ന് പഠിക്കും, കൊക്കൂണാവും ഞാൻ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കതൊക്കെ നീട്ടി വെക്കണം, അതുവരെ സെപ്റ്റംബർ ആയിട്ടേ എനിക്ക് പറ്റുള്ളൂ, അതുവരെ ഞാൻ HS അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്, ശരി, കുഴപ്പമില്ല. ഇനി ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ കുറെ നാളുകൾക്ക് ശേഷം, സാറേ ഞാൻ കോഴ്സ് ഒക്കെ നിർത്തിയിട്ട് 5-8 കൊല്ലമായി, ഇപ്പൊ എനിക്ക് വേറെ കുറെ കാര്യങ്ങളെ കൊണ്ട് എനിക്ക് അന്ന് പറ്റിയില്ല, പക്ഷെ ഇന്ന് എനിക്ക് ഇനി വേണം, ഇനി വീണ്ടും പഠിക്കണം, ഒന്ന് എടുക്കണം. 5-8 കൊല്ലം അല്ലെങ്കിൽ ഇപ്പൊ ഒരു 5 കൊല്ലെങ്കിലും ഗ്യാപ്പ് എനിക്ക് ഉണ്ട്, എന്നാലും PG എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയും വല്ലവരും ഉണ്ടോ? അറിയില്ല, ഉണ്ടെങ്കിൽ കൊള്ളാം. ഇപ്പൊ എല്ലാവരും, എല്ലാ ഗ്രൂപ്പുകാരും ഉണ്ട്, ഒരുവിധം എല്ലാ ഗ്രൂപ്പുകാരും ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ ഇതിൽ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്, നമുക്ക് അടുത്ത PG എടുക്കണം എന്നുള്ള കോമൺ ആയിട്ടുള്ള കാര്യം അല്ലെ. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കാം എന്നൊരു കാര്യം, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഇപ്പൊ വീട്ടമ്മയായാലും വർക്കിംഗ് ആയാലും കുത്തിയിരുന്ന് പഠിക്കുകയായാലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം പഠിക്കാം എന്നാണ്. ആ പഠിക്കാം എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്, ആ ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, അത് പ്രധാനമാണ്. പിന്നെ ബാക്കി നിങ്ങൾ നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കരുത്. ഇതാണ് ആദ്യത്തെ എന്റെ ഉപദേശം. ഉപദേശം എന്ന് വിചാരിക്കരുത് കേട്ടോ, സാറ് ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ ഉപദേശമാണ് പറയുന്നത്, പക്ഷെ എനിക്ക് എന്റെ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നെഗറ്റീവ്സ് എല്ലാവർക്കും ഉണ്ടാവും, ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടാവും. ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ ഈ 8 മാസം അത് ഇല്ലാതിരിക്കും നിങ്ങൾ വിചാരിക്കരുത്. അതൊക്കെ നമുക്ക് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ തയ്യാറെടുത്താൽ മതി, നിങ്ങൾ ഉഷാറായാൽ മതി. ബാക്കി നമുക്ക് മാറ്റാൻ പറ്റാത്ത, നമുക്ക് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ നിങ്ങൾക്കില്ല. അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നേ, ഉറപ്പാണ്. നിങ്ങളുടെ ആഗ്രഹം അത്രമാത്രം തീവ്രമായാൽ മതി. 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഫുൾ ടൈം പഠിക്കുന്ന ആളുകൾ 8 മുതൽ 10 മണിക്കൂർ പഠിക്കണം, നാളെ തൊട്ട് പഠിക്കണം. അങ്ങനെ തന്നെ ഞാൻ പറയാം. കാരണം അടുത്ത എക്സാം 2025 ഏപ്രിൽ എന്നാണ് കാലണ്ടറിൽ വന്നിട്ടുള്ളത്. ഏപ്രിൽ ഒരുവിധം പറഞ്ഞ സമയത്ത് നടക്കുന്നുണ്ട്. ഇനി അത് നീണ്ടുപോകുന്നു നമ്മൾ ഇനി വിചാരിക്കരുണ്ട. അപ്പൊ അതുകൊണ്ട് ഏപ്രിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം. അപ്പൊ ദ്രോണയുടെ കാര്യങ്ങളൊക്കെ സ്പീഡ് കൂട്ടും, ഒരു സംശയം വേണ്ട. എന്റെ ടൈം ടേബിളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാര്യത്തിൽ എല്ലാം സെറ്റാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നവര് ഇനി ആ തീരുമാനം മാറ്റണ്ട, അടുത്ത മാസം തൊട്ടാവട്ടെ, അല്ലെങ്കിൽ തിഥി കരണ മുഹൂർത്ത നക്ഷത്രം ഒന്ന് ശരിയായിക്കോട്ടെ അല്ലെ, അതൊന്നും നോക്കണ്ട, എല്ലാം ശരിയാണ് കേട്ടോ. ഇനി വേറെ നക്ഷത്രം ഒന്നും നോക്കേണ്ട കാര്യമില്ല. 8 മുതൽ 10 മണിക്കൂർ നാളെ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അല്ല വർക്ക് ചെയ്ത് പഠിക്കുന്നവര് 4-5 മണിക്കൂർ 6 മണിക്കൂർ മതി. 5 മുതൽ 6 മണിക്കൂറാണെങ്കിൽ അത്, അല്ല വീട്ടമ്മയാണ്, ഒരു 5 മണിക്കൂർ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ലേ? വേണമെന്ന് വിചാരിച്ചാൽ പറ്റും. രാത്രി ഒരു 12 തൊട്ട് 3 മണി വരെ രാവിലെ അല്ലെ എന്നിട്ട് ഇരുന്നാൽ പറ്റില്ലേ? സാറേ സമയത്രേ പറഞ്ഞേന്ന് അല്ലെ, വെറുതെ പറയാടേ, നിങ്ങൾക്ക് പറ്റും. റിപ്പീറ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നവര് അല്ലെ, ഇപ്പൊ ഹൗസ് സർജൻസിയിൽ പഠിക്കുന്നവര് 2-3 മണിക്കൂർ പഠിക്കാം. അപ്പൊ എത്ര ആ സമയത്തിലല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് കാണാതെ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ ഇവിടെ എന്റെ മനസ്സ് വരുമല്ലോ. എന്റേന്ന് പറഞ്ഞാൽ ദ്രോണയുടെ മനസ്സ് കേട്ടോ, അത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ PG പഠിച്ചാലുള്ള ബെനിഫിറ്റ്, പണ്ടൊക്കെ നമ്മള് യെസ് പണ്ടൊക്കെ നമ്മള്
പറയാറുണ്ട് പി ജി പഠിച്ച അതുണ്ട് ഇതുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ അതൊന്നും ഞാൻ വിസ്തരിക്കാൻ നിൽക്കണില്ല. കാരണം നമുക്കറിയാം നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പി ജി പഠിച്ചാൽ പി ജി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെ, പി ജി എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി തന്നെയല്ലേ, അതിന് വാല്യൂ ഉണ്ടല്ലോ, എന്നിട്ടല്ലേ നമുക്ക് പി എച്ച് ഡി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെ മാത്രമല്ല, ഈ പി ജിയുടെ പഠിത്തം കൊണ്ടുള്ള ഗുണമാണ്. അത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോയിന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എംഫസൈസ് ചെയ്ത് 2 പോയിന്റ് മാത്രം പറയും, ബോറടിപ്പിക്കില്ല. നിങ്ങൾക്കറിയാം ഇനി നടക്കാൻ പോകുന്ന ഏത് പരീക്ഷയിലും MCQ ആണ്. MCQ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ പഠിത്തം തന്നെ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അത് നടക്കില്ല, ഉറപ്പാണ്. അല്ലെ, ഉറപ്പാണ്. ഇപ്പൊ നാമിന്റെ എക്സാം വന്നു, റിസൾട്ട് വന്നു, എത്രയോ പേർക്ക് കിട്ടി. അല്ലെ, നമുക്കിപ്പോ എത്ര കാലമായിട്ട് എത്ര പേര് ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നറിയോ? അല്ലെ, എത്ര കാലമായി അവരെ ആരും പിരിച്ചുവിടല ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ മെഡിക്കൽ ഓഫീസർമാരായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. പിന്നെ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഇപ്പൊ പരീക്ഷ വിളിച്ചിട്ടുണ്ട്, നടക്കാൻ പോവാണ്. ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ പരീക്ഷ. UPSC എല്ലാ കൊല്ലം ഇപ്പൊ UPSC വിളിക്കുന്നുണ്ട്, UPSC എല്ലാ കൊല്ലം വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് പുതിയൊരു സാധനം വന്നുള്ളൂ നെക്സ്റ്റ്. അത് നിങ്ങൾക്ക് വേണ്ടി വരില്ലാന്ന് തോന്നുന്നുണ്ട്. ഈ 2018 സപ്ലി ബാച്ചുകാർക്ക് വരും തോന്നുന്നുണ്ട്. അല്ലെ, അല്ലാത്തവർക്ക് അത് വേണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളെ പഴയ ആൾക്കാർക്കൊന്നും വേണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ പല സാധനങ്ങളുണ്ട്, ഇതെല്ലാം MCQ ആണ്. അപ്പൊ PG കൊണ്ടുള്ള പഠിത്തത്തിന്റെ ഗുണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് PG കിട്ടുമോ കിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി ഒരു പഠിത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിത്തത്തിന്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും കിട്ടി. അത് നിങ്ങൾ ഉറപ്പാവും, അത് ഉറപ്പിച്ചോളൂ. പിന്നെ ആ രീതിയിലുള്ള ഒരു പഠിത്തം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമല്ല. പ്രാക്ടീസ് ഇല്ല എന്നല്ല സാറ് പറഞ്ഞേ, പ്രാക്ടീസിനായാലും പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. PGയുടെ പഠിത്തം പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? PGക്ക് പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ ഇത് പറയുന്നുണ്ട്, ഇവിടെ ഇത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു പേഷ്യന്റ് വന്നു, ഗ്രന്ഥി ശുക്ലം അല്ലെങ്കിൽ ഗ്രന്ഥി ആർത്തവം, അല്ലെങ്കിൽ ഗ്രന്ഥി ആർത്തവമായിട്ടുള്ള പേഷ്യന്റ് ആണ് വരുന്നത്, ക്ലോട്ടഡ് ബ്ലഡ് ആണ്, പെട്ടെന്ന് മരുന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പലാശ അശ്മഭിത് ഗ്രന്ഥിയാഭ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലാശം അശ്മഭിത്തും ചേർത്തിട്ട് കൊടുത്താൽ നെക്സ്റ്റ് മന്ത്സിൽ അവർക്ക് ക്ലോട്ട് കുറവ് തന്നെയായിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ കട്ട ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോലെ നിങ്ങൾക്ക് അത് ഉപകാരമാണ്. അപ്പൊ പഠിച്ചുകൊണ്ട് ഒരിക്കലും ആർക്കും ദോഷം വരില്ല. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പലപ്പോഴും ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ പരീക്ഷ കോൾ ഫോർ ചെയ്തിട്ട് ഒരു 5-6 മാസം ഉണ്ടായിരിക്കും. ആ സമയം കൊണ്ട് പഠിക്കാൻ ഒരു തുടങ്ങും. ആദ്യത്തെ 2-3 ക്ലാസ് നന്നായി പഠിക്കും. പിന്നെ പതുക്കെ ചോർന്ന് പിന്നെ അവസാന പരീക്ഷ ഡേറ്റ് വന്നിട്ട് നന്നായി പഠിക്കും. വീണ്ടും ആ പരീക്ഷ പതിവ് പോലെ തന്നെ എഴുതി ആ ലിസ്റ്റിലെ അടുത്തൊന്നും അല്ലാതെ എവിടെയെങ്കിലും പോയി കടന്ന് അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും ജോയിൻ ചെയ്യും. ശരിയല്ലേ? പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് ഞങ്ങളെ സംബന്ധിച്ച് നല്ലതാട്ടോ. കാരണം ഞങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും കുട്ടികൾ വരുമ്പോൾ നമുക്ക് ഫീസ് കിട്ടും, ഉള്ള കാര്യം പറയാം ട്ടാ. എല്ലാറ്റിനും പ്രിപ്പയർ ചെയ്യാൻ അതന്നെ, ഏത് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാൻ ഇതിനേക്കാൾ വലിയൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ട. അതാണ് ഗ്യാരണ്ടി. ഒരു സംശയം നിങ്ങൾ വിചാരിച്ചോ? ഒരു സംശയം വിചാരിക്കേണ്ട, സോറി. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു പ്രിപ്പറേഷൻ വേണ്ട. കാരണം അത്രമാത്രം നമ്മളിവിടെ PGക്ക് വേണ്ടി പഠിപ്പിക്കും. അത്രമാത്രം പഠിപ്പിക്കും. അത്രമാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് പരീക്ഷ വന്നാലും നിങ്ങൾ ചിലപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, കൺസേൺ ആ കൊല്ലത്തെ PG ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ പരീക്ഷയിലും നിങ്ങളുടെ റാങ്ക് കയറി വരികയും ചെയ്യും. നിങ്ങൾക്ക് നല്ല പോസിബിലിറ്റിയാണ്. ആ പഠിത്തം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏത് സ്റ്റോപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതൊരു PG ആയിരിക്കാം, ഒരു നാം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു UPSC ആയിരിക്കാം, അസിസ്റ്റന്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ എത്തിയിട്ട് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അതുവരെ പഠിക്കണം. അതുവരെ മുഴുവൻ ദ്രോണയിൽ വരണമെന്നോ ദ്രോണയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം ഒന്നുമല്ല. നിങ്ങൾ പഠിക്കണം. ആ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കുന്തിരിക്കം വേണം, അതായത് നോട്ട് വേണം, മനസ്സിലായില്ലേ? കോഡുകൾ വേണം, ക്ലാസ് വേണം. ആ സാധനം മുഴുവൻ സ്വായത്താക്കണം. എന്നിട്ട് നമുക്കൊരു കര പറ്റുന്നത് വരെ നമ്മൾ പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. രക്ഷപ്പെടാനുള്ള തീരം അകലെയാണെന്ന് വെച്ചിട്ട് നമ്മൾ നീന്താതിരുന്നിട്ട് കാര്യമുണ്ടോ? നീന്തി അങ്ങോട്ട് എത്തണം. എത്തിയേ പറ്റൂ. അത് വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. കിട്ടാതിരിക്കുക എന്നൊരു പ്രശ്നമില്ല. കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഈ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത്തെ കുറെ കാര്യങ്ങൾ പറയും. സൂത്രം 2ാമത്തെ പാഠത്തിലെ ശിഷ്യോപനയനീയം പറയുമ്പോൾ ശിഷ്യന്റെ കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഗുരുവിന്റെ ഗുണമൊന്നും അല്ല പറയണത്, ശിഷ്യന്റെ ഗുണമാണ് പറയണേ. അപ്പൊ അതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ദ്രോണയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? പഠിക്കണം. ആ പഠിക്കണമെന്നേ. ഇതെന്താ ഇത് പഠിക്കാണ്ട് എങ്ങനെ രക്ഷപ്പെടണേ? പഠിക്കാണ്ട് രക്ഷപ്പെട്ടവരുണ്ടോ ആരെങ്കിലും? അല്ല, അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പഠിച്ചോ, അതങ്ങ് പഠിക്കണം, അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ കുറെ സഹിക്കണം. അതിപ്പോ എന്താ പറയാ, ക്ലാസ് ആയാലും ശരി, കുറെ കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വരുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഇത് എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത്, അതെന്താ അങ്ങനെ വന്നത്, കുറെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമുക്ക് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അല്ലെ, പിടിച്ചു നിൽക്കണം. പല കാറ്റുകളും വരും, അതിൽ ആടി ഉലയും. അല്ലെ, എന്തിനാ ഇത് പഠിക്കണത്, ഇത് പഠിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? പലരും വന്ന് പറയും, ഞാൻ കുറെ പഠിച്ചത് എനിക്കിത് കിട്ടിയില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ, ഇതുകൊണ്ട് എന്താ കാര്യം, PG കഴിഞ്ഞിട്ട് എന്താ കാര്യം? കുറെ ഉലച്ചലുകൾ ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? അതിലൊക്കെ നിങ്ങൾ പെട്ടുടഞ്ഞാൽ നമുക്ക് എന്നും ഒളിഞ്ഞുകൊടുക്കും. മനസ്സിലായില്ലേ? അതിൽ നിങ്ങൾ പിടിച്ച് നങ്കൂരിട്ട് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ നിപ്പം കൂടെ നിൽക്കും. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടോളും. അല്ലെ, കുറെ കാര്യങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറെ പൊരുതണ്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയ കാര്യത്തിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും.
ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതല്ലാത്ത വേറൊരു വശമുണ്ട്. ഇപ്പൊ നിങ്ങൾ PG പഠിത്തം വലിയ ടൈറ്റാണ്, പഠിക്കാൻ കുറേയുണ്ട്, കഷ്ടപ്പെടണം, അത് ഇത്. നിങ്ങൾ അല്ലാണ്ട് കഷ്ടപ്പെടുന്നില്ലേ? ഇപ്പൊ HS ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ അധികം പറയില്ല. അവർ HSന്റെ കഷ്ടപ്പാട്. അത് കഴിഞ്ഞ് പുറത്തിരിക്കുന്ന ആളുകൾ എന്താ കഷ്ടപ്പെടുന്നില്ലേ? ആ കഷ്ടപ്പാട് എന്താ കുറവാണോ? ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അല്ലെ? ഡെയിലി ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി എത്ര ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെ? വർക്ക് ചെയ്യുന്ന ആളുകൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മാസം മര്യാദയ്ക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെ? ഇതൊന്നുമല്ല കഷ്ടപ്പാട് എന്നറിയോ? ഇതൊന്നുമല്ല കഷ്ടപ്പാട്. നിങ്ങൾ കഷ്ടപ്പെടുന്ന ശരിക്കുള്ള കഷ്ടപ്പാട് എന്താണെന്നറിയോ? സെൽഫ് എസ്റ്റീമിന് വേണ്ടി. നമ്മളൊരു ഡോക്ടർ ആണെന്നുള്ള ഒരു അംഗീകാരം പോലും തരാൻ മനസ്ഥിതി ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെ ഒരു റെക്കഗ്നിഷന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ശരിക്കുള്ള അപമാനഭാരം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ കഷ്ടപ്പാടാണോടെ അതിനേക്കാൾ വലിയ കഷ്ടപ്പാടാണോടെ നമുക്ക് പഠിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞ് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ആ സ്വത്വത്തെ കുത്തിനോവിക്കുന്ന, വേദനിപ്പിക്കുന്ന, അല്ലെ, വ്യന്തരകൾ, അല്ലെങ്കിൽ വ്യന്തരന്മാർ, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണം ഞാൻ. വ്യന്തര എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ലെ? എത്ര പേരുണ്ടേ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, ചിലപ്പോൾ PG കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ നോവിക്കാനായിട്ട് കുറെ ഉണ്ട്. ഇനി PGക്ക് ചേർന്നില്ല, നീ എന്താ PGക്ക് ഒന്നും പോണില്ലേ, നിനക്ക് ജോലി കിട്ടിയില്ലേ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ. അത് നോക്കിയിട്ട് കാര്യമില്ല, അവരൊന്നും നേരെയാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം എന്താണ്? നമുക്ക് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ സത്യമായിട്ട് വിചാരിച്ചോ? രക്ഷപ്പെട്ടിരിക്കും. അതായത് ഈ അപമാനഭാരത്തെക്കാൾ വലിയൊരു ഭാരം വേറെ ഒന്നുമില്ല കേട്ടോ. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപമാനഭാരം സഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ശരിക്ക് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അഭിമാനം നമുക്ക് വേണം. അഭിമാനം വേണമെങ്കിൽ നമുക്ക് പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്താണ്ടല്ലോ, അതൊരു റെക്കഗ്നിഷൻ തന്നെയാണ്. അതൊരിക്കലും മായില്ല. നിങ്ങൾക്ക് എന്നും പറയാം. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നല്ല, നമ്മുടെ കുട്ടികൾ വരെ ചിലപ്പോൾ ചോദിക്കും. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നീ ഇത് പഠിക്കുന്ന പറഞ്ഞാൽ, അമ്മയുടെ കാലത്ത് പഠിച്ചൊന്നുമില്ല, അമ്മ PG ഒന്നും എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് PG എടുക്കാത്തതിന് സാറ് ഇത് പറയല്ല കേട്ടോ. ചോദിക്കും. അപ്പൊ നമ്മൾ അതൊന്നുമല്ല കേട്ടോ, അവർക്ക് ഉത്തരത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷെ നമുക്കൊരു ഉത്തരം വേണം. ഞാൻ ആരാണ്? ഞാൻ ഒരു വ്യക്തിയല്ലേ? എനിക്കൊരു റെക്കഗ്നിഷൻ അല്ലേ? അല്ലെ, എനിക്കൊരു അഭിമാനം ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം വേണം. ആ ഒരു ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കും. ആത്മാർത്ഥതയാണ് അവിടെ പ്രധാനം. അത് പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ ഇതൊന്നുമല്ല. ഈ മറ്റുള്ള ആൾക്കാരുടെ വിഷമങ്ങളും വർത്തമാനങ്ങളും കേട്ട് വിഷമിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇതെന്താണല്ലോ, ഇതൊന്നുമല്ല കേട്ടോ. ഒന്നുമല്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ശരി. പിന്നെ വീട്ടമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴേ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഹസ്ബൻഡും വൈഫും, അല്ലെങ്കിൽ വൈഫല്ല, സോറി, കുട്ടികളും, അല്ലെങ്കിൽ വേറെ ബന്ധുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറെയൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് വേണ്ടി ഒരു 8 മാസം നിങ്ങൾ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കാം. ഒരു 8 മാസം എനിക്ക് പഠിക്കാൻ വേണ്ടി തരാൻ പറ്റുമെന്ന് വെറുതെ ചോദിച്ചു നോക്കുക. ഒരു ചോദ്യമല്ലേ, അല്ലെ? രണ്ടുത്തരാണല്ലോ വരിക. ചിലർ പറയും ഓക്കെ, പിറ്റേ ദിവസം വന്ന് ജോയിൻ ചെയ്യാം. ചില ആൾക്കാർ പറയും തരില്ല, അത് പറ്റില്ല, നീ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. കാരണം എന്താ അറിയും, ഇത്ര നാൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടും നിങ്ങൾ ആരാണെന്നോ, നിങ്ങളോടുള്ള നിങ്ങൾ എന്താണെന്നുള്ള വ്യക്തി മനസ്സിലാക്കാത്ത ആളുകളാണ് അവിടെ ഉള്ളത് എങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് നാൾ വർക്ക് ചെയ്യണ്ട കേട്ടോ. അവനവന്റെ കാര്യം നോക്കിയിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് രണ്ടുത്തരം പറഞ്ഞാലും എന്റെ അഭിപ്രായം ജോയിൻ ചെയ്യണം എന്നാണ് കേട്ടോ. അത് സിൻസിയർ ആയിട്ട് പറഞ്ഞാട്ടാ, അല്ലാണ്ട് നിങ്ങളുടെ വർക്ക് പലപ്പോഴും കാണാതെ കൂടെ, അല്ലെ? ഒരാള് ബട്ട്ലർക്ക് വേണ്ടി സഫർ ചെയ്യുകയാണ്, ബുദ്ധിമുട്ടാണ്, അയാളുടെ പഠിച്ച ജോലി, അയാളുടെ ഡിഗ്രി പോലും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്ന എത്രമാത്രം ബന്ധുക്കളോ വീട്ടുകാരോ ഫാമിലീസോ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചോ? കുറവാണ്. ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങളൊരു ഡോക്ടറാണ്, 5 കൊല്ലം പഠിച്ചിട്ട് അവസരത്തിൽ കളഞ്ഞിട്ടാണ് അവൾ ഇവിടെ കുട്ടീനെയും ബാക്കി കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതെന്ന്. അങ്ങനെ നിൽക്കാനല്ല നമ്മൾ പഠിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങള് എന്താ പറയാ, എല്ലാവരും മുത്താണെന്നേ. എല്ലാവരും നിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും, അതിപ്പോ ഇതിനോടൊപ്പം വന്നാലും വന്നില്ലെങ്കിലും ആയുർവേദക്കാർ നമ്മൾ മുത്താന്നേ. നമ്മുടെ ശാസ്ത്രത്തിന് നമ്മളിങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് നിക്കണം കേട്ടാ. ഒരിക്കലും ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്യരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. ഇന്ന് ശരിക്കും ഇൻട്രോ മീറ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിങ്ങനെ വരുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, പറയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് എന്താ കുഴപ്പമല്ലേ? നമ്മുടെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാം. ശരി. ഇനി AIPGT കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞിട്ടെ. അത് എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആട്ടെ. ഏറ്റവും സിമ്പിൾ എക്സാം ഉണ്ട്. സത്യമായിട്ട് നിങ്ങൾ അത് വെറുതെ ടെൻഷൻ ആക്കണ്ട കേട്ടാ. ഇറ്റ്സ് എ സോ സിമ്പിൾ എക്സാം. അത് നിങ്ങൾ വെറുതെ ഒരു PG ലെവൽ എക്സാം ഞാൻ പറയുന്നത്. ഒരു PG ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. നന്നായിട്ട് പഠിക്കുന്ന ഒരു 2000 പേരുണ്ടാവും ഓൾ ഇന്ത്യയിൽ. അത്രേ ഉള്ളൂ, 2000 പേര്. നന്നായിട്ട് പഠിക്കുന്ന 2000 പേര്. അതിൽ 1000 പേർക്ക് PG കിട്ടും. ആലോചിച്ചാൽ 2 ഒരാൾക്ക് PG കിട്ടും. അത് ഭയങ്കര വലിയൊരു റേഷ്യോ ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി.
ആ റേഷ്യോ അത്ര സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നല്ല ഞാൻ പറഞ്ഞേട്ടോ. നന്നായി പഠിക്കുന്ന 2000 പേര് 1000 പേർക്ക് PG കിട്ടും. 1000 പേർ റാങ്കിന്റെ ഉള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. PG കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. വെരി ഈസി. ശരിക്കും അങ്ങനെയല്ലേ പറയട്ടെ. അയ്യോ എൻട്രൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഈസിയാണ് പക്ഷെ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണെന്ന് പറഞ്ഞ പോലെ അല്ലേ. അപ്പൊ നമ്മൾ ആ ഏതൊരു കാര്യത്തെയും ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യത്തെ പോലും ഏറ്റവും ലഘുതരമാക്കി മാറ്റാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ പോന്നോ. ഈ വലിയ പാറക്കല്ലേ നമുക്ക് ഒരുമിച്ചെടുക്കാന്നേ അല്ലേ. ഒരുമിച്ചെടുക്കാൻ ആദ്യം കഷ്ണം കഷ്ണമായിട്ടൊക്കെ പൊടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് വലിയ കഷ്ണം തരും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വലിയ പാറക്കല്ല് തരും. അവസാനം ആ ഗോവർദ്ധന പർവ്വതം അതങ്ങോട്ട് കഴിക്കാൻ വെച്ച് തരും. മനസ്സിലായില്ലേ. പരീക്ഷ സമയത്ത് അതങ്ങോട്ട് എടുത്തോണം. അതെടുക്കാൻ പറ്റും. നോക്കാം ട്ടാ. ശരി. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ഞാൻ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ എന്തിനു ദ്രോണയിൽ ജോയിൻ ചെയ്യണം. ഇനി അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ. എന്താ സാറേ ദ്രോണയിൽ തന്നെ ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്കല്ലേ റിസൾട്ട്. ഇതുവരെയുള്ള കഴിഞ്ഞ റിസൾട്ടുകൾ നോക്കുമ്പോൾ ഓൾ ഇന്ത്യയുടെ 5-6 കൊല്ലത്തെ ഹിസ്റ്ററിയിൽ 3 ഫസ്റ്റ് റാങ്കും ഇത്രയും അടുപ്പിച്ച ഫസ്റ്റ് റാങ്കുകളും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്കും കിട്ടിയിട്ടുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മനസ്സിലായോ. അപ്പൊ ഏറ്റവും നല്ല റിസൾട്ട് നമുക്കായതുകൊണ്ട് ഏറ്റവും റിസൾട്ട് പഠിക്കല്ലേ ഏറ്റവും നല്ലത്. ഫസ്റ്റ് റാങ്ക് മാത്രം കിട്ടിയോണ്ട് കാര്യമുണ്ടോ. ഇല്ല അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് PG കിട്ടണ്ടേ. ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് PG കിട്ടുന്നത് എവിടെയായിരിക്കും. ദ്രോണയിൽ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം 166 മെറിറ്റ് സീറ്റ് കേട്ടാ. ഫോട്ടോ അടക്കം നമ്മൾ ഇട്ടുണ്ട്. 166 മെറിറ്റ് സീറ്റ് നമുക്കാണ് കഴിഞ്ഞ 2023 AIPGT. അപ്പൊ എണ്ണത്തിന്റെ കാര്യത്തിൽ കുറവൊന്നുമില്ലല്ലോ. അതും ഇഷ്ടം പോലെയായി. അപ്പൊ അത് എണ്ണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദ്രോണയിലെ കുറെ കുട്ടികളുണ്ടാന്ന് പറയും. ദ്രോണേക്കാൾ കുട്ടികൾ വേറെ സ്ഥലത്തുണ്ടെന്ന് എനിക്ക് തോന്നണേട്ടാ. ഇനിയിപ്പോ കുറെ കുട്ടികളുടെ അടുത്ത് തെറ്റൊന്നുമല്ലേ. കുട്ടികൾ ഉണ്ടെങ്കിൽ അത് കഴിവുള്ളതുകൊണ്ടല്ലേ. വെറുതെ വരുമോ. വെറുതെ നിങ്ങൾ ആരെങ്കിലും അടുത്തേക്ക് പോകുമോ. നല്ല പിന്നെ ഫീസ് തന്നിട്ട്. ശരി. അപ്പൊ ഏറ്റവും പ്രധാന പോയിന്റ് റിസൾട്ട് പറയട്ടെ, റിസൾട്ടുകൾ സംസാരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് കേട്ടാ. ഒരു സംശയമില്ല. റിസൾട്ടുകൾ സംസാരിക്കട്ടെ. അതിന് മാത്രം നിങ്ങൾ കാതോർക്കണേ. അതിന് മാത്രം നിങ്ങൾ ചെവിയും കണ്ണും കൊടുക്കണേ. അല്ലാതെ ഒരുപാട് ക്യാൻവാസുകൾ, അതായത് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഡർട്ടി രീതിയിലുള്ള ക്യാൻവാസിങ് പലതും നടക്കുന്നുണ്ടായിരിക്കാം. ക്യാൻവാസിങ് എന്നല്ല ഇതിന് പറയട്ടെ, ചീറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അതിനൊന്നും നമുക്ക് പങ്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. മനസ്സിലായില്ലേ. നമ്മൾ ഇത്ര ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ നമ്മളൊരു ഗ്രൂപ്പിനുള്ളിൽ കയറി പറ്റിയിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പേഴ്സണൽ ആയിട്ട് വേറെ സെന്ററിന്റെ മെസ്സേജ് അയക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഗതിയില്ലാത്തതുകൊണ്ടായിരിക്കാം, നിവൃത്തികേട് കൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ദ്രോണയ്ക്ക് അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ ഒരു ഗതികേട് ഇന്നീ നേരം വരെ വന്നിട്ടില്ല. ഇനി വരില്ല. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരും ഉണ്ടാവും, നമുക്ക് റിസൾട്ടും ഉണ്ടാവും. അത് ഉറപ്പ് തന്നെയാണ്. ഓക്കെ. ഇനിയിപ്പോ റിസൾട്ടിന്റെ കാര്യം പറയാൻ പോകുമ്പോൾ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇക്കൊല്ലം ദ്രോണയിൽ വന്ന ആരെങ്കിലും ഈ കഴിഞ്ഞ കൊല്ലം വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. നമുക്ക് റിസൾട്ട് എന്താവും. കുഴപ്പമുണ്ടാവുമോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങളൊരു പ്രതീക്ഷ സാറിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി പറയരുത്. കുറച്ചൊരു ഗസ്റ്റ് പറഞ്ഞ് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുമോ. പഠിപ്പിച്ച വല്ലതും വന്നിട്ടുണ്ടോ. അല്ലെങ്കിൽ ശരിയാവാനൊക്കെ സാധ്യത ഉണ്ടോ. നമ്മൾ പിള്ളേരൊക്കെ എഴുതാൻ സാധ്യതയുണ്ടോ. ഒരു ഗസ്റ്റ് വർക്ക് പറഞ്ഞാൽ മതി ട്ടാ. അതേ വരുന്നു. അതെ കുറെ കോളിൽ നിന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നല്ലോ വേണ്ടത്. ഇപ്പൊ വന്ന ആൾക്കാർ പറയുമ്പോൾ വന്ന ആൾക്കാർ താങ്ക് യു. നിങ്ങൾ പറയുന്നതിലാണ് സന്തോഷം. നിങ്ങൾ പറയുന്നതിലാണ് വിശ്വാസം. മനസ്സിലായില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടാ. താങ്ക് യു ശ്രുതി. അതിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിശ്വാസം ഉണ്ട് അല്ലെ. അത് ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയുക, അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ചതിയന്മാർക്കും വഞ്ചകർക്കും കിട്ടുന്ന വിശ്വാസമല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന വിശ്വാസമാണ്. മനസ്സിലായില്ലേ. താങ്ക് യു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല എത്തവണ നല്ല റിസൾട്ട് ആയിരിക്കും ഞാൻ വിചാരിക്കും. ആയിരിക്കും. ശരി. എന്തായാലും റിസൾട്ട് നിങ്ങൾ നോക്കുക. ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ റിസൾട്ട് നോക്കുക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയാൻ എന്റെ ഗുണഗണങ്ങൾ ഞാൻ തന്നെ പറയണ്ടേ. കാരണം പുറത്ത് ചിലപ്പോൾ നമ്മളെ കുറിച്ച് പൊട്ടയായിരിക്കും പറയണ്ടാവും. അപ്പൊ ഞങ്ങളെങ്കിലും ഞങ്ങളെ കുറിച്ച് പൊക്കി പറയണ്ടേ. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ ആൾക്കാരെ കുറ്റം പറയാൻ ഉപയോഗിക്കാറില്ല സമയം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. വേറൊരു സെന്ററിനെ കുറിച്ചും ഒരു കാര്യത്തെക്കുറിച്ചും ഞങ്ങൾ കുറ്റം പറയാനോ ഒന്നിനും ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്നറിയോ, അതുപോലും ബാക്കിയുള്ളവർക്ക് പരസ്യമായി മാറും എന്നുള്ളതാണ്. അല്ലാതെ സാർ അത്ര വലിയ മനസ്സിന് നല്ല മനസ്ഥിതിയുള്ള ആളായിട്ടല്ല. ഞങ്ങളുടെ വായന്ന് വേറെ സെന്ററുകളുടെ പേര് വീണാൽ അത് അവർക്ക് ഒരു പരസ്യമായി മാറും. അങ്ങനെ ഇപ്പൊ ആരും സൂചിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ കുറ്റം പറയാത്തത്. ഡെഡിക്കേഷൻ, പിന്നെ ഈ ഫീൽഡിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പറയാവുന്ന കാര്യം. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവാട്ടോ. എല്ലാവർക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ മാത്രമല്ല, എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്റെ ഡെഡിക്കേഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ലേ, എനിക്ക് വേറെ പണിയില്ല, എനിക്ക് വേറെ ജോലിയില്ല, എന്റെ ജോലി ഇത് മാത്രമേ ഉള്ളൂ. ഈ എനിക്ക് വേറെ ജോലി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അത് കാണും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ,
എനിക്ക് വേറെ ജോലി ഇല്ലാത്തതാണ് എന്നെ ദ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ ആക്കി എൻട്രൻസിന്റെ ഫീൽഡിൽ നിർത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട്. കാരണം എനിക്ക് വേറെ സമ്പാദിക്കാനുള്ള മാർഗ്ഗമില്ല, ഈ ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. എനിക്ക് ഈ മാർഗ്ഗം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഫുൾ മെസ്സേജ് കാണുന്നില്ല കേട്ടാ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് മറുപടി പറയേ. എനിക്ക് പകുതിയെ കാണാനുള്ള മെസ്സേജ് കേട്ടാ. അപ്പൊ അത് തന്നെയാണ് എന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീച്ചറാക്കി മാറ്റുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും ആലോചിക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് മാത്രം ആലോചിച്ചാൽ മതി. 24 മണിക്കൂർ ചിന്തിച്ചാൽ മതി. എവിടെ പോകുമ്പോഴും ഇത് ആലോചിച്ചാൽ മതി. ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം. ട്ടാ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ പേടിക്കണ്ട. അതുപോലെ ഡൗട്ട്സ് ലാസ്റ്റ് പറയാം. ട്ടാ. ശരി. അതുപോലെ എനിക്ക് ഹരാണ്. ഹരം എന്ന് പറഞ്ഞപ്പോ എന്താ ഞാൻ പറയാ, പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഹരം തന്നെയാണ്. ആ ഹരം എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. അതൊരു സംശയമില്ല. എന്റെ ക്ലാസ്സിനേക്കാൾ മുകളിൽ വേറൊരു ക്ലാസ് ഈ സബ്ജക്ട് എടുക്കരുത് എന്നൊരു വാശി തന്നെ എനിക്ക്. അത് ചിലപ്പോൾ എടുക്കുന്നുണ്ട് വേറെ ആൾക്കാർ. എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ എന്റെ വിശ്വാസം എന്റെ ക്ലാസ് തന്നെയാണ് ബെസ്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുക എന്റെ കഴിഞ്ഞ ക്ലാസ്സുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിനേക്കാൾ ബെസ്റ്റ് ആയിട്ട് ഞാൻ ഇക്കൊല്ലത്തെ ക്ലാസ് എടുക്കും. ഒരു ക്ലാസ് തന്നെ മിനിമം 3 സ്റ്റൈലിൽ പഠിപ്പിക്കാൻ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു ക്ലാസ് തന്നെ, ഒരു ഹെഡിങ് തന്നെ മിനിമം 3 സ്റ്റൈലിൽ പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് വേറെ പണിയില്ല, ഇത്രേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന്. എന്റെ ജോലി ഇതല്ലേ. അപ്പൊ എനിക്ക് ഇത്രയും സമയം കിട്ടും. ഞാൻ ഇതിന് മാത്രം ഉപയോഗിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലിക്ക് പോകുമ്പോഴോ മെഡിക്കൽ ഓഫീസറിന് പോകുമ്പോഴോ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴോ എനിക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യം. എനിക്ക് എന്റെ വീട്ടിലിരുന്ന് ഈ പുസ്തകം തുറന്ന് വെച്ചാൽ മതി. അങ്ങനെ ഒരു 14 കൊല്ലത്തെ അനുഭവം ഉണ്ട്. 14 കൊല്ലത്തെ എക്സ്പീരിയൻസ്. അത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കളയാനോ നിർത്താനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആണ് ട്ടോ. അതുകൊണ്ട് ഈ ഉന്മാദാവസ്ഥ ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് തോന്നുന്ന ഒരു വേറെ കാര്യം ആന്റിസിപ്പേഷൻ ആണ്. ആന്റിസിപ്പേഷൻ ടു ഓൾ എക്സ്റ്റെന്റ്. അതായത് എങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരാം, അത് ഞാൻ മാക്സിമം ആന്റിസിപ്പേറ്റ് ചെയ്യും. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, സാർ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെയാണല്ലോ സാർ ചിന്തിക്കുന്നത്, ഞാനിപ്പോ വിചാരിച്ചാണല്ലോ സാർ ചിന്തിക്കുന്നത്. അത് ഇങ്ങനെ വീട്ടിലിരുന്ന് ചിന്തിച്ചിട്ടാ ഇപ്പൊ എന്തായിരിക്കും അവരെന്തായിരിക്കും ഉണ്ടാവുക, ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും, അപ്പൊ ഈ സബ്ജക്ട് പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഒരു ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. അത് വളരെ 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 പ്രധാനമാണ് നമ്മുടെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അതായത് പഠിക്കുന്ന കാര്യത്തിലുള്ള ഓൾ പ്രോബബിലിറ്റീസ്, അത് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഓൾ പ്രോബബിലിറ്റീസ്, എക്സാം എഴുതുന്ന സമയത്തുള്ള ഓൾ പ്രോബബിലിറ്റീസ്, എല്ലാറ്റിനെ കുറിച്ചിട്ടും നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ കുട്ടികൾക്ക് അത് പറഞ്ഞ് പഠിപ്പിക്കും, ഉത്തരം പഠിപ്പിക്കും. അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ തൊഴിലിന്റെ എല്ലാ ടാക്ടിക്സും പുറത്തേക്ക് പറയുക. കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ ആർക്കെങ്കിലും അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ എടുത്തോട്ടെ വെച്ചിട്ടാണ്. കാരണം എനിക്ക് അടുത്തോളം പുതിയ ടാക്ടിക്സ് ഉണ്ടാവും, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നുമല്ല. സൊല്യൂഷൻസ് ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ കേടായ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യണം, ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യണം, ആദ്യത്തെ ക്വസ്റ്റ്യൻ ശല്യത്തിന് വന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോരോ പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു വരുമ്പോൾ ഇതല്ലാത്തൊരു പ്രോബബിലിറ്റി നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ പലപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്തവണ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പലരും പറഞ്ഞു, സാറേ റിസൾട്ടിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ കൂളായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്, മനസ്സ് തെളിഞ്ഞ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അത് മതി. ആ തെളിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്നോളും തന്നെ ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഈ ഈ ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയകളും കയറി വരുന്നത് നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളും പേടിക്കണ്ട, നിങ്ങളുടെ കൊല്ലം എനിക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇത് തന്നെ പണിയുള്ളൂ എന്ന്. അപ്പൊ എന്റെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഉച്ചപ്രാന്ത്, അത്താഴ പക്ഷിണി, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സുജ ലോട്ടറി, ഡെയിലി ഐഡിയാസ്. ഉച്ചപ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഉച്ചയ്ക്ക് പ്രാന്തായിരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് വിളിക്കും, അപ്പൊ നമുക്ക് കാണാം, അല്ലെ? അതുപോലെ അത്താഴ പ്രശ്നി, വൈകുന്നേരം ആകുമ്പോൾ പരീക്ഷയ്ക്ക് പോയി ടെൻഷൻ വന്നു, അല്ലെ? ഭക്ഷണം കഴിക്കാത്ത, അപ്പൊ അത്താഴ പ്രശ്നക്കാർക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഇതാ പറഞ്ഞ എപ്പോ വേണമെങ്കിലും എനിക്ക് മീറ്റിംഗ് വിളിക്കാന്നേ, വേറെ പണിയില്ലല്ലോ, അല്ലെ? പിന്നെ സുജ ലോട്ടറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. സുസ്വം ചെറിയത്തിന്റെ ടെക്സ്റ്റ് എടുത്ത് വെക്കും, പേജ് ഇങ്ങനെ മറക്കും, അതിന് എനിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരികയും ചെയ്യും. കാരണം കുറെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് എന്റെ എടുക്കൊണ്ടല്ല. അങ്ങനെ ഡെയിലി ന്യൂ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അത് അത്ര എളുപ്പത്തിൽ വേറെ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? ശരി, ഇനി ആന്റിസിപ്പേഷന്റെ കാര്യം ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. വെരി ഗുഡ്, താങ്ക് യു ആതിര. പലപ്പോഴും പലരും ചില മെസ്സേജ് അയച്ചിട്ട്, ഇപ്പൊ വന്നൊരു മെസ്സേജ് എനിക്ക് വന്നതാണ്. ഇപ്പോഴെന്ന് മെസ്സേജ് ഈ 2-3 ദിവസങ്ങള്, ഹരിസാർ തന്നിട്ടുള്ള ആ ലാസ്റ്റ് പഠിക്കാൻ തന്ന ലിസ്റ്റ് ഇല്ലേ, ആ ലിസ്റ്റ് ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല, ആ ലിസ്റ്റ് ഒന്ന് തരാമോ എന്ന്. കാരണം ഇക്കൊല്ലം അവർക്ക് പരീക്ഷ എഴുതി അത്ര നന്നായില്ല, പക്ഷെ അടുത്ത കൊല്ലം പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ ജോണലിൽ ചേരാൻ പറ്റുമോ എന്നറിയില്ല. ഈ ലിസ്റ്റ് കഴിയുന്നു പോയ പ്രശ്നമാണെന്നറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ലിസ്റ്റ്, അപ്പൊ ആ ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയില്ലേ. അത് ഈ ആന്റിസിപ്പേഷനും 14 കൊല്ലത്തെ എക്സ്പീരിയൻസും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. ശരി, പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ ഇപ്പൊ ഞാൻ എന്നെ തന്നെ കുറെ പൊക്കി പറഞ്ഞു, ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വേഗം അടുത്തേക്ക് കിടക്കാം. അതർ ടീച്ചേഴ്സ്, നമുക്ക് ഹിന്ദി ടീച്ചേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ മലയാളത്തിലെ ബാക്കി ടീച്ചർമാർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടെ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താ എനിക്ക് പറയാനില്ല ഒന്നും. ഇപ്പൊ ആയുഷ് ജിക്ക് ഒക്കെ തവണ ചോദിച്ചത് നമ്മൾ പഠിപ്പിക്കാത്ത ഒറ്റ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല.
ഒറ്റ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. പഠിപ്പിച്ചുറപ്പിക്കാത്ത സ്റ്റാറ്റി ആയിക്കോട്ടെ, ഞാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞാട്ടോ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നന്നായിട്ട് പഠിപ്പിക്കുന്ന, എത്രയോ തവണ വരെ ക്ലാസ് എടുത്തു തരുന്ന, എത്രയും എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന സാറന്മാരാണ് ദ്രോണയിലുള്ളത്. അത്രയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് ടീച്ചേഴ്സ്മാരുടെ കാര്യം പറഞ്ഞു. ഞാൻ ഹിന്ദി ടീച്ചറിന്റെ കാര്യം പറയുന്നത് എന്താ അറിയോ? അവർ നാഷണൽ ഓൾ ഇന്ത്യ വൈഡ് ടീച്ചേഴ്സാണ്. നമുക്ക് മലയാളികൾ മാത്രമായിട്ടുള്ള ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളും കേരളത്തിലെ തോട്ട് പ്രോസസ്സും കേരളത്തിലെ ക്വസ്റ്റ്യൻസും ആയിട്ട് പരിചയം വരുള്ളൂ. മറിച്ച് ഹിന്ദി ടീച്ചേഴ്സ് ഒക്കെ ഹിന്ദി ബാച്ച് ഉണ്ടാവുമ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ടോ അവരുടെ ക്ലാസ് കേട്ടിട്ടോ അവർ പറയുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. മനസ്സിലായോ? അതും കൂടി നമ്മൾ അസിമുലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ക്ലാസ് നന്നാക്കി എടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ദ്രോണയുടെ ഫാക്കൽറ്റിയുടെ വൈവിധ്യം കൊണ്ടാണ്. അത്രമാത്രം ഫാക്കൽറ്റീസ് നമുക്കുണ്ട്, അത്രമാത്രം വൈവിധ്യം നമുക്കുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിരിക്കും. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ശിഷ്യന്മാരെ അറിഞ്ഞു പഠിപ്പിക്കാൻ യെസ് താങ്ക് യു ശിഷ്യന്മാരെ അറിഞ്ഞു പഠിപ്പിക്കാൻ കഴിവുള്ള സാറന്മാർ തന്നെയാണ്. അല്ലാണ്ട് സാറന്മാർക്ക് എന്തറിയാം അത് പഠിപ്പിച്ച് നോക്കല്ല. നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇപ്പോഴും ആ രസത്തിന്റെ ക്ലാസ് ഇപ്പോഴും ഞാൻ ആലോചിക്കും. നമ്മുടെ അഞ്ജന മാഡം എത്ര തവണ പറഞ്ഞു കൊടുത്തു, പരിഭാഷാ പ്രകടനം എത്ര തവണ പറഞ്ഞു കൊടുത്തു എന്ന് എനിക്കറിയില്ല. ഒരു സബ്ജക്റ്റിന് ഒരു കാര്യം തന്നെ ഒരു 15 തവണയെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എനിക്കെന്നത് കേട്ടത് ദേഷ്യം വന്നു. പക്ഷെ അത്രയും പഠിപ്പിച്ച, ഞാൻ പറഞ്ഞ ഒരു ടീച്ചറുടെ എക്സാമ്പിൾ പറഞ്ഞ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഒരാളുടെ പേര് മാത്രം പറഞ്ഞാണ്. അതുപോലെ മൾട്ടി ടീച്ചേഴ്സ് ഉണ്ട്. ഒരു സബ്ജക്റ്റിന് രണ്ട് പേരെടുക്കും. അത് ആദ്യം എടുക്കുന്ന ആൾ മോശമായിട്ടല്ല, രണ്ട് രീതിയിൽ നമുക്ക് കേൾക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഠിക്കാനായിട്ട് കൂടുതൽ ടെക്നിക്സ് നമ്മൾ ഓരോ കൊല്ലത്തും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരും പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ. അല്ലെ, സ്റ്റൈൽസ് മാറ്റി കൊണ്ടുവരും. പലതും മാറ്റാറുണ്ട്. ബോറടിക്കില്ലേ? അങ്ങനെ ടീച്ചേഴ്സിന്റെ ഒരു വലിയൊരു സ്റ്റോറ് നമ്മുടെ കയ്യിലുണ്ട്. ബുദ്ധിയുടെ ഒരു കലവറ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ, എന്താ വേണ്ടത്? നമ്മുടെ കോഡുകളുടെ കാര്യം. അതിപ്പോ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് വന്നതിൽ ഒരു കുട്ടി അയച്ചു 70 to 80 ക്വസ്റ്റ്യൻസ് ദ്രോണയുടെ കോഡാട്ടാണ്. ഒരു സംശയമൊന്നുമില്ല. 70 to 80 ക്വസ്റ്റ്യൻസ് ദ്രോണയുടെ കോഡ് അല്ലെങ്കിൽ കോഡ് വെച്ച് എഴുതാവുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ APGT. മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ APGT അത്ര എളുപ്പത്തിൽ അത് അങ്ങോട്ട് കിട്ടില്ല അല്ലെ. മഹാകഷായങ്ങളിലെ 3 ചോദ്യം 3 ഒരുവിധം പഠിച്ച ദ്രോണയത്തെ എല്ലാവരും കറക്റ്റ് ആക്കും, ഉറപ്പാണ്. അഭാവപ്രതി പഠിച്ചിട്ടുള്ള, നമ്മുടെ കോഡ് പഠിച്ചിട്ടുള്ള ആൾക്കാർ ശരിയാക്കിയിരിക്കും, ഉറപ്പാണ്. ഉത്തരവസ്തി എന്തെങ്കിലും ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ? 1 2 അര ഒന്ന് പൊക്കി ചെയ്തു, അര ഒന്ന് പൊക്കിയിട്ട് ചെയ്തു, 3 കോഡേ ഉള്ളൂ ഉത്തരവസ്തി, പരിപാടി കഴിഞ്ഞു. ഡോസ് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലെ? അപ്പൊ കോഡുകളുടെ ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം, ഡ്രോണിൽ കോഡ് ഉണ്ടെന്ന്. പണ്ടൊക്കെ ഞാൻ കോഡൊക്കെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ കോഡിന്റെ കാര്യങ്ങളുടെ ഉപയോഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. കോഡിന്റെ ഏറ്റവും വലിയ പ്രധാനം എന്താ പറയുക? ഷോർട്ട് ടൈമിൽ നമുക്ക് ലോങ് ടൈം മെമ്മറി ആയിട്ട് നിൽക്കും. നമുക്ക് പഠിച്ച് ഷോർട്ട് ടൈം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് ലോങ് ടൈം മെമ്മറി ആയിട്ട് നിൽക്കുകയും ചെയ്യും, പരീക്ഷയ്ക്ക് ഏറ്റവും ഉപകാരമായിട്ട് വരും ചെയ്യും. മനസ്സിലായില്ലേ? അതാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണേ. വലിയ ഭാഷകൾ ഉപയോഗിച്ചിട്ടും നിങ്ങളെ വെട്ടി വീഴ്ത്താനുള്ള ഒരു ചാതുര്യൊന്നും എനിക്കില്ല. ഞാൻ എല്ലാ കാര്യം പ്ലെയിൻ ആയിട്ട് ഈ പറയും. ഇതാണ് ഞാൻ, അല്ലെങ്കിൽ ഇതാണ് ദ്രോണം. പിന്നെ നോട്ട്സിന്റെ കാര്യം പറയാം. നല്ല നോട്ടാണ് തരുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഞങ്ങളുടെ നോട്ട് നല്ലതല്ലേ പറയാന്ന്? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ നോക്കി വെക്കുക. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നോട്ട് ഏതാന്ന് നോക്കി വെക്കുക. ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്പൊ കാണാം. താങ്ക് യു സ്നേഹ. ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കോ, അപ്പൊ കാണാം ദ്രോണയുടെ നോട്ട് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആണ്, ദ്രോണാക്ക നോട്ട് ബേച്ച്നെ കെ ലിയേ ഹേ ആപ്കെ പാസ് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ദ്രോണയുടെ നോട്ട് വിൽക്കാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഈ കാര്യം പറഞ്ഞതാ അല്ലെ. അപ്പൊ അതിന് 2 പോയിന്റാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ നോട്ടിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് അർത്ഥം. നിങ്ങളുടെ കയ്യിലുള്ളവർക്ക് ആ ഡിമാൻഡ് ഇല്ലാത്ത, കിട്ടാത്തവർക്ക് നല്ല ഡിമാൻഡാ അല്ലെ. ഒന്നാമത്തെ കാര്യം ഡിമാൻഡിന്റെ അർത്ഥം. നല്ല നോട്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്താ പറയും? കിട്ടിയൊരു കൊടുക്കണില്ല. അതാണ് കാശ് കൊടുത്ത് വാങ്ങുന്നത്. കിട്ടിയൊരു വിലയില്ലാണ്ട് കൊടുക്കുകയാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കാശ് കൊടുത്ത് വാങ്ങാമെന്ന് വെക്കണമെങ്കിൽ കിട്ടിയൊരു കൊടുക്കുന്നില്ല, അവർക്ക് അതിന്റെ വില മനസ്സിലാവണമെന്ന് അർത്ഥം. അതന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല ഡിമാൻഡ് വെച്ചിട്ട് ഉപയോഗിച്ചാലും പറയുക. ആ നോട്ട് ഇനി മാറൂടെ? ഓരോ കൊല്ലം നമ്മൾ മാറ്റി തരും, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ലൈവ് വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസിന്റെ കാര്യം അറിയാം. റെക്കോർഡഡ് വീഡിയോസ് ഓരോ കൊല്ലം നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓരോ കൊല്ലം വീഡിയോസിന്റെ എണ്ണം കൂടി വരും. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ഹെഡിങ്സ് ഒക്കെ അത് കേട്ട് പഠിക്കാവുന്നതാണ്. എത്ര തവണ വേണമെങ്കിൽ കേൾക്കാവുന്നതാണ്. ലൈവ് ക്ലാസിന്റെ കാര്യം അറിയാം അല്ലെ. പലരും വിളിക്കുമ്പോൾ ചോദിക്കും എത്ര മണിക്കൂർ ക്ലാസ് എടുക്കും, എത്ര നേരം എടുക്കും? എനിക്ക് അങ്ങനെ ഒരു ഉത്തരമില്ല. എന്റെ പിള്ളേർക്ക് പഠിക്കുന്നവരെ ഞാൻ ക്ലാസ് എടുക്കും. എന്റെ പിള്ളേർ കൃത്യമായിട്ട് ഉത്തരം പറയണവരെ ഞാൻ പഠിപ്പിക്കും. അതിന് മണിക്കൂർ അവറൊന്നുമില്ല. എത്ര സബ്ജക്ട് എത്ര ആണെങ്കിൽ വീട് പഠിപ്പിക്കും. മനസ്സിലായില്ല? അതല്ലേ കാര്യം. അല്ലടാ ഇന്ന സബ്ജക്ട് ഇത്ര മണിക്കൂർ ക്ലാസ് എടുക്കുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? ക്ലാസ് എടുത്തോണ്ട് കാര്യമുണ്ട്. പിള്ളേർക്ക് മനസ്സിലാവണ്ടേ, അവർ ഉത്തരം പറയണ്ടേ. നിങ്ങളും മറുപടി പറയുന്ന വരെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ആ സബ്ജക്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തന്നിട്ടേ പോകൂ. മനസ്സിലായില്ലേ? താങ്ക് യു. അത് പറഞ്ഞു വേറെ ഒന്നുമല്ല കേട്ടോ. ആ മണിക്കൂറിലല്ല കാര്യം എന്ന് വെച്ചതാ. അപ്പൊ ഞാനിപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിത് ക്ലാസ് എടുക്കുമ്പോൾ തരും. നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം, ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾ വിചാരിക്കണം
ദ്രോണയിൽ ഇതിനു മുമ്പ് ചേരായിരുന്നുല്ലേ എന്ന് വിചാരിക്കണം. രണ്ടാമത് ദ്രോണയിൽ ചേർന്ന ആൾക്കാരാണെന്ന് വിചാരിക്കണം, കഴിഞ്ഞ നമ്മൾ സാറ് ഇത് ഇങ്ങനെയല്ലോ പറഞ്ഞത്, ഇതിപ്പോ ഇതാണല്ലോ നല്ലത്, കഴിഞ്ഞ പോലത്തെ ക്ലാസ്സിനേക്കാൾ നല്ലത് ഇതല്ലേ. അങ്ങനെ തോന്നണം. അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? അല്ലാതെ ക്ലാസ് എടുക്കും സൂപ്പർ ആക്കും എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ചെയ്ത് എടുക്കണം. പിന്നെ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ എടുക്കാറുണ്ട്, ഇഷ്ടംപോലെ ക്ലാസ് എടുക്കാറുണ്ട്. മെന്റർമാരുടെ വക ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സോട് ക്ലാസ്സാണ് സത്യം പറഞ്ഞ. ഇതുപോലെ ക്വിക്ക് റിവിഷൻ ആയിട്ട് അല്ലെ, ഒരു മണിക്കൂർ കൊണ്ട് ചരകം ശാരീരം 2 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് എടുക്കും. ഇതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തരും. അതൊക്കെ ദ്രോണയാവുന്നത് പരീക്ഷ എടുക്കുന്ന 3 മാസമാണ്. അതുവരെ നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നില്ല. ഇതിപ്പോ എന്താ സാറ് ക്ലാസ് എടുക്കേണ്ട കുഴപ്പമില്ല, കൊല്ലാം, അത്ര തന്നെ ഉള്ളൂ. പരീക്ഷ എടുക്കുന്ന 3 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദ്രോണ എങ്ങനെ ദ്രോണയാവുന്നത്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യണം നടത്താം കേട്ടോ. ശരി. പിന്നെ എളുപ്പവഴികളും പറഞ്ഞുതരും. എളുപ്പവഴികൾ പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് ഈ പരീക്ഷയിൽ കുറച്ച് എളുപ്പവഴികൾ ആവശ്യമുണ്ട്. റീസണിങ് അസേഷൻ ചോദ്യം വന്നാൽ അല്ലെ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള വഴിയുണ്ട്. പറഞ്ഞുതരട്ടെ? ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ഒരു വഴി പറഞ്ഞു തരാനാട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ചെറിയ വഴിയിട്ടാ. അത് ഇത്രയേ ഉള്ളൂ. ചോദ്യത്തിന്റെ അവസാനവും അതായത് അസേഷന്റെ അവസാനവും റീസണിന്റെ തുടക്കവും ഒരേ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നായിരിക്കും ഉത്തരം പൊതുവെ. ഒരു ട്രിക്കാണ്. അങ്ങനെ എല്ലാ ട്രിക്കും പറഞ്ഞു തരില്ല. എല്ലാ ട്രിക്കും പറഞ്ഞു തന്നെ ഫീസ് തരണം. ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. ഈ ക്വസ്റ്റിന്റെ മുകളിൽ പെറ്റി കിടന്ന് പഠിച്ചിട്ട് കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ പരീക്ഷയിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അസസ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പരീക്ഷ എഴുതാൻ ശീലിപ്പിച്ച് കഴിഞ്ഞിട്ട് അസസ് ചെയ്ത് അവർ ആ രീതിയിൽ പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ സക്സസ് റേറ്റ് കൂടും. ഒരു സംശയമില്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലുണ്ട് ഇതുപോലെ കുറെ ട്രിപ്പൊക്കെ അല്ലെ, ട്രിക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിൾ അല്ലേ. നമുക്ക് 2-3 റൂളൊക്കെ ഉണ്ട്. ഡിസ്റ്റൻസ് റൂള് അല്ലെ, മോസ്റ്റ് റിപ്പീറ്റിംഗ് റൂള്, അങ്ങനെ കുറെ റൂളുകളൊക്കെ ഉണ്ട്. അതാ പറഞ്ഞ ഇതൊക്കെ വരും. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ടാന്ന്. ഇതിങ്ങനത്തെ കുറെ ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇതൊക്കെ സമയമാകുമ്പോ തരുന്നു മാത്രം കേട്ടോ. അല്ലാണ്ട് എല്ലാം കൂടി ആദ്യം ചോദിക്കേണ്ട തരില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ കേട്ടോ. പിന്നെ പലരും പറയാറുണ്ട്, സാറേ ദ്രോണിയിൽ ചോദിച്ച കുറെ ചോദ്യം വന്നു കേട്ടാ. എന്റെ പരീക്ഷ കഴിഞ്ഞ് വിളിച്ചത് ഞാൻ വിളിച്ചവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. എന്റെ ബുക്കിൽ എഴുതി വെക്കും വിളിച്ചവരെന്താ പറയുന്നത്. അപ്പൊ കുറെ കുട്ടികൾ വിളിച്ച് പറഞ്ഞോ സാറേ. കുറെ ഇല്ല കേട്ടോ, ഞാൻ അധികം വിളിക്കേണ്ട പറഞ്ഞിട്ട്, എങ്കിലും ആദ്യമായിട്ട് വിളിച്ച 5-8 പേരെങ്കിലും പറഞ്ഞു, സാറേ നമ്മുടെ കുറെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കുറെ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? ഞങ്ങൾ എല്ലാ വരിന്നും ചോദ്യം ഇടും. ഞങ്ങൾ ഏതെങ്കിലും വരി വിട്ടു പോണ്ടേ? ഞങ്ങൾ എല്ലാ വരിന്നും ചോദ്യം ഇടും. എല്ലാ വരിന്നും ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടൊരു ചോദ്യം വരുമോ? അപ്പൊ അതന്നെ പറയണേ, സാറേ സാറ് പഠിപ്പിച്ച ചോദ്യം അല്ലെങ്കിൽ ദ്രോണയിൽ വന്ന ചോദ്യം വരുന്നുണ്ടെന്ന്. അത് പറഞ്ഞതിന്റെ കാര്യം എത്രയാണ്? അമ്മാതിരി വിട്ടുപോകാത്ത രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ശരി. അപ്പൊ ഞാനിപ്പോഴും ഞാൻ അധികം ഡീറ്റെയിൽസ് പറയാട്ടെ. ഗുരുകുലത്തിന്റെ ഡീറ്റെയിൽസ് ഇത്തിരി കൂടി കഴിഞ്ഞിട്ടേ പറയുള്ളൂ. നമുക്ക് ആദ്യം എന്തായാലും നമ്മുടെ മെയിൻ ബാച്ച്, പ്രൈം ബാച്ചിൽ അവർ ജോയിൻ ചെയ്യണം. എന്നിട്ടേ ഗുരുകുലത്തിന്റെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് പറയുള്ളൂ കേട്ടോ. ശരി. 2 പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്തോട്ടെ. ഇപ്പൊ തന്നെ ഞാൻ ബോറടിപ്പിച്ചെന്ന് എനിക്ക് അറിയില്ല. 9:10 ആയില്ലേ? സമയം പോണത് എന്റെ പ്രശ്നം. അതായത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നെ പോലെ തോന്നുന്ന, എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ആദ്യമൊക്കെ ഒന്ന് അറച്ചു മടിച്ചു നിൽക്കും. പക്ഷെ പതുക്കെ നിങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പതുക്കെ പടരും അല്ലെ. അങ്ങനെ പതുക്കെ പടരുന്ന ഒരു അക്കോണിറ്റായിട്ട് അല്ലെങ്കിൽ മീറ്റ സെഹറായിട്ട്, സ്വീറ്റ് പോയിസൺ ആയിട്ട് അറിയപ്പെടാനാണ് എനിക്കിഷ്ടം. പിന്നെ നിങ്ങൾക്ക് ആ സെഹർ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടാവും അല്ലെ. പിന്നെ അത് വേണം തോന്നും. സാർ ഒന്ന് വർത്താനം പറഞ്ഞാൽ, സാറിന് സംസാരിച്ചാൽ, സാറിന്റെ മെസ്സേജ് വന്നാൽ മെന്റൽ സപ്പോർട്ട് ആണ് എന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറ്റും. അത് അങ്ങനെയാണ്. അത് ഇഷ്ടം കൊണ്ടാട്ടോ. അവിടെ ഒരു സത്യസന്ധത കൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. അല്ലാതെ ചതിയൊന്നുമില്ല. എനിക്ക് ചതിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, ഇനി അങ്ങനെ വരില്ല. കാരണം എന്താണെന്നറിയോ? ബാക്കി ചതിക്കുന്ന ആൾക്കാർ പലരും ഉണ്ടാവാം. പക്ഷെ അവരുടെ കൂടെ വേറൊരാളുണ്ടാവില്ല. ആ ആള് നമ്മുടെ കൂടെ ഉണ്ടാവും, ചതിക്കാത്ത ആളുകളുടെ കൂടെ. അതാരാന്നറിയില്ലേ? ദൈവം. അതൊരു സംശയമില്ല. ചതിക്കുന്നവരുടെ കൂടെ എങ്ങനെ ദൈവം നിൽക്കുന്നത്? അപ്പൊ ദൈവം ഉണ്ടാവും കൂടെ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തിനാ പ്രശ്നം? നമ്മൾ സിൻസിയർ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രം മതി. ആരെയും തട്ടിപ്പറിക്കാനോ പറ്റിക്കാനോ നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഞാൻ വെറുതെ 1-2 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാണ്ട് ഒരു വലിയ റിജിഡ് ആയിട്ടൊന്നല്ല സംസാരിച്ചത് കേട്ടോ. വലിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ടൈം ടേബിൾ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. കാരണം ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ സെന്ററിൽ പോയാലോ ജോയിൻ ചെയ്താലോ ആൾക്കാർ മനസ്സിലാക്കിക്കോളൂ. ആ സെന്ററുകാരോട് പറഞ്ഞോളൂ, ഇങ്ങനെയാണ് തീരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ദ്രോണയിൽ നമ്മുടെ ടൈം ടേബിൾ, ഇത്തവണത്തെ ടൈം ടേബിൾ ജൂലൈ പകുതി 20-ന് നിങ്ങളുടെ ഫസ്റ്റ് പരീക്ഷ, ഡിസംബർ 1 മുതൽ നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞു. അത് ഞാൻ കണ്ടിട്ടാണ് ഇപ്പൊ ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 1 മുതൽ ഇത്തവണ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഫസ്റ്റ് സെറ്റ് ഓഫ് റിവിഷൻ കഴിയും. മാർച്ച്, ഏപ്രിലിൽ നമ്മുടെ അടുത്ത ഫുൾ റിവിഷൻസും കഴിയും. ഏപ്രിലാണ് പരീക്ഷ വരുന്നത് എങ്കിൽ. ഇങ്ങനെയാണ് ദ്രോണയുടെ ഇത്തവണത്തെ ടൈം ടേബിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി. സാർ എന്ത് പറയണു അതുപോലെ അങ്ങോട്ട് പോവുക. വേറെ അതിലപ്പുറം നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ
ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളുണ്ട്, ചേരാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ റിസ്ക് എടുത്താൽ 24 മണിക്കൂറും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാന്തൻ സാറും ആ പ്രാന്തൻ സാർ പഠിക്കുന്ന വേറെ കുറെ കുട്ടികളും ഇവിടെ ഉണ്ടായിരിക്കുമെന്നും അവരെന്താണ് പഠിക്കുന്നത്, അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ മാർക്ക് എന്തായിരിക്കും, ദൈവമേ അവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. മറിച്ച് ദ്രോണയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം നമ്മളല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എവിടെയായിരിക്കും? ദ്രോണ തന്നെയായിരിക്കും. പുറത്തുനിന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഏതായിരിക്കും? ദ്രോണ തന്നെയായിരിക്കും. ദ്രോണയുടെ ഉള്ളിൽ നിന്നാലും ദ്രോണ തന്നെയായിരിക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ലേ, ദ്രോണയുടെ ഉള്ളിൽ നിൽക്കല്ലേ നല്ലത്, കുറച്ചുകൂടി ആ കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. കേട്ടോ. അപ്പൊ നമ്മൾ മറ്റേ മമ്മൂട്ടി മറ്റേ ഭ്രമയുഗത്തിൽ പറയുന്ന പോലെ താങ്ക് യു മമ്മൂട്ടി. പിന്നെ ഇതുപോലെ റെഗുലർ ബാച്ചിലത്തെ കുട്ടികൾ ഇതിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യമേ ചെറിയൊരു സോറി ഞാൻ പറയാം. കാരണം കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി നോക്കൂ കേട്ടോ. ഇനി നിങ്ങളുടെ സമയമാണ്. ഇനി നിങ്ങളെ നോക്കിക്കോളും, പേടിക്കണ്ട. അപ്പൊ സാർ എന്താ നോക്കാഞ്ഞേ വരാഞ്ഞേ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. എന്റെ മെയിൻ ബാച്ച് എക്സാം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൂ. ഒരു പേടി വിചാരിക്കണം. പ്രൈം ആയിക്കോട്ടെ, റെഗുലർ ആയിക്കോട്ടെ. കേട്ടോ. ശരി. മമ്മൂട്ടി പറഞ്ഞ പോലെ എന്റെ മനയിലേക്ക് സ്വാഗതം. മനസ്സിലായോ? താങ്ക് യു. എന്റെ മനയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ, ഈ മനയുടെ പടി അങ്ങോട്ട് കടന്നാണല്ലോ, പിന്നെ ഒരു തിരിച്ചുപോക്ക് അത് ആലോചിക്കണ്ട. പോകണ്ടെങ്കിൽ PG കൊണ്ടുപോയാൽ മതി. പുറം ലോകത്തെ കുറിച്ച് ഒരു ചിന്ത വേണ്ട. പുറം ലോകത്തെ കുറിച്ച് ഒരു ചിന്ത വേണ്ട. അത്രയുണ്ട്. എല്ലാറ്റിലും നമുക്ക് ആയുർവേദം കാണാൻ. കാണുമ്പോഴും ചിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെ, പുസ്തകത്തിലും പേപ്പറിലും എല്ലാറ്റിലും ആയുർവേദം കാണാം. നമുക്ക് ധൈര്യമായിട്ട് ഇരുന്നാൽ മതി. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, പോവല്ലേ, ഓടിപ്പോവല്ലേ. നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പൊ ഞാൻ അവസരത്തിൽ ഒത്താണ് സംസാരിച്ചത് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് മതി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെറിറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള, വിശ്വാസമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരിക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തീർത്തു തരാം. അത് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഈ മനയുടെ പടിവാതിൽ തുറക്കാനായിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാനും മനയുടെ അഭ്യാസ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അടുത്ത ഗുരുവായ ജയേഷ് സാറ് വെമ്പി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സാറിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ദ്രോണയിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും നിങ്ങളുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു അഭിലാഷമായിട്ടുള്ള PG നിങ്ങൾക്കൊക്കെ കിട്ടാൻ പറ്റട്ടെ. നല്ല ഡോക്ടേഴ്സ് ആവട്ടെ, നല്ല മനുഷ്യന്മാരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജയേഷ് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ദ്രോണയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ദ്രോണയിൽ ഒരു 6 വർഷമായിട്ട് പഠിപ്പിക്കുവാണ്. കാരിയിൽസിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ പോലെ തന്നെ ഏകദേശം 20ഓളം ടീച്ചേഴ്സ് ദ്രോണയിലുണ്ട്. മലയാളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. വേറെ ഹിന്ദി, ഇംഗ്ലീഷിന് വേറെ ടീച്ചേഴ്സും ഉണ്ട്. മൊത്തം കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു 40 സ്റ്റാഫ് ഉണ്ട് ടോട്ടല്. അപ്പോൾ 40 സ്റ്റാഫും പിന്നെ ഈ ഹരിസാറും കൂടിയാണ് ദ്രോണ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വ്യാപ്തി അറിയാൻ പറ്റും. നിലവില് ഇന്ത്യയിൽ തന്നെ നമ്മളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് 1000-ൽ കൂടുതൽ PG ഗവൺമെന്റ് കോളേജിൽ സ്റ്റൈപ്പൻഡ് വാങ്ങിയ കുട്ടികൾ പഠിച്ചിറങ്ങിയവരായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുണ്ട്. 1000-ൽ കൂടുതൽ കുട്ടികൾ നിലവിൽ കേട്ടോ. അപ്പോ അതിൽ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റൈപ്പൻഡ് വാങ്ങുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് തമാശ പറയുന്നതാണ്. ഡൽഹിയിലുള്ള കോളേജിലൊക്കെ സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്നത് 1,10,000 രൂപയൊക്കെയാണ്. അതായത് നമ്മളെ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ വാങ്ങുന്ന സാലറിയുടെ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ കട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങുന്ന സാലറി എന്ന് പറയുമ്പോൾ 65 രൂപയാണ് കേട്ടോ. 65 രൂപ. PG സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് ഇയർ ഡൽഹിയിലുള്ള ഒരു കോളേജിൽ കൊടുക്കുന്നത് 1,15,000 രൂപയാണ്. അപ്പോ അങ്ങനെ തൊട്ട് കേരളത്തില് 45,000 രൂപ വരെ വാങ്ങുന്ന സ്റ്റുഡൻസ് നമ്മളെ ദ്രോണക്കുണ്ട്. അപ്പോ അതിന്റെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ചാൻസിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സാറ് വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്രസന്റേഷൻ ആക്കിയത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മളെ പ്രധാനമായിട്ട് പ്രൈം ബാച്ച് മലയാളമാണ്. ഇന്ന് ഹിന്ദി, ഇംഗ്ലീഷിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ആയിക്കോളും. കാരണം അവർക്ക് വേറെ ഒരു മീറ്റിംഗ് ഉണ്ടാവും കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഓക്കെ. രജിസ്ട്രേഷൻ വെബ്സൈറ്റ് വഴിയേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മൊബൈൽ ആപ്പ് വഴി ചില ആളുകൾ ചെയ്യാറുണ്ട്.
അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പിൽ കിട്ടും നോട്ട്സ്, പക്ഷെ വീഡിയോസ് എല്ലാം ചിലപ്പോൾ കാണാറില്ല എന്ന് കുട്ടികൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും നോട്ട്, വീഡിയോസ്, ലൈവ് ക്ലാസ് എല്ലാം ആക്സസ് ചെയ്യേണ്ടത് ദ്രോണ വെബ്സൈറ്റ് വഴി തന്നെയായിരിക്കണം. വെബ്സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ കാണാൻ പറ്റും. രജിസ്റ്റർ, സ്റ്റുഡൻസ് ലോഗിൻ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യണം. ഇനി മുന്നേ ഏതെങ്കിലും കോഴ്സിൽ ഉള്ള ആളുകളാണെങ്കിൽ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ മെയിൽ ID കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി മുന്നേ രജിസ്റ്റർ ചെയ്ത ആളുണ്ട് എങ്കിൽ പഴയ മെയിൽ ID വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വരും. പേയ്മെന്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യണം. വെബ്സൈറ്റിൽ പേയ്മെന്റ് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത ഉടനെ തന്നെ ആ സ്പോട്ട് തന്നെ നിങ്ങളെ കോഴ്സ് ആക്റ്റീവ് ആവും. ഇനി അല്ലാതെ പഴയ ദ്രോണയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലേറ്റ് ആവും. നിങ്ങൾക്ക് ചിലപ്പോൾ 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞാലേ അത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് വെബ്സൈറ്റ് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാം. ഇനി മുന്നേ രജിസ്റ്റർ ചെയ്ത ഒരാളാണ് അയ്യോ പാസ്വേഡ് മറന്നുപോയി സാർ, എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളെ മെയിൽ ID അടിക്കുക, അവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മെയിലിലേക്ക് റിക്കവറി പാസ്വേഡ് വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സംശയം, ഞാൻ ഓൾറെഡി ഒരു കോഴ്സിലുണ്ട്, അപ്പോൾ ഇനി ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആക്റ്റീവ് കോഴ്സ് 2, 3, 4 ഒന്നും പ്രശ്നമില്ല. എത്ര കോഴ്സ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എത്ര കോഴ്സ് ജോയിൻ ചെയ്താലും ദ്രോണക്ക് പൈസ കിട്ടുക ചെയ്യാം. അങ്ങനെ പറയുന്നില്ല. ഉദാഹരണം പറഞ്ഞാലും ഞാൻ PG ബാച്ചിലല്ലാതെ PSC ബാച്ചിലുണ്ട് സാർ. അപ്പോൾ ഞാൻ അസിസ്റ്റ് ഇൻഷുറൻസിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ എനിക്ക് PG ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും ആക്റ്റീവ് കോഴ്സ് 2 എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? അതേപോലെ നമ്മൾക്ക് ജോയിൻ കോഴ്സ് അടിച്ചിട്ട് ഒരു പേയ്മെന്റ് നെക്സ്റ്റ് ഏതാണ് രജിസ്ട്രേഷൻ, അതിലേക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സും ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും. കോഴ്സിന്റെ ഡീറ്റെയിൽസ് സാറ് പറഞ്ഞ പോലെ ഇതേപോലെ ടൈം ടേബിൾ ഒക്കെ നമ്മളെ പ്രൊഫൈലിൽ വരും. വ്യൂ നോട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ വ്യൂ നോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ്, ക്ലാസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കാണാൻ പറ്റും. അതുകൂടാതെ ഗ്രൂപ്പിന്റെ ലിങ്കും ഉണ്ടാവും. ഇത് ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ആണ്. ദയവ് ചെയ്ത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കരുത്. കാരണം നിങ്ങളുടെ അവസരം നിങ്ങൾ കളഞ്ഞുകൊള്ളിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം 2 ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലൈവ് ക്ലാസ്സിന്റെയും അതായത് പ്രൈം ബാച്ചിന്റെയും റെഗുലർ ബാച്ചിന്റെയും ലൈവ് ക്ലാസ് നമ്മൾ ഒരുമിച്ച് ഇനി മുതൽ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ 2 ബാച്ചിന്റെ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളെ നടക്കുന്ന ലൈവ് ക്ലാസ്സിന് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ടാണ് നിങ്ങൾ അറിയാം കേട്ടോ എപ്പോഴാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ചരകസൂത്രാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നോട്ട്, അതേപോലെ വീഡിയോസ്, അതിന്റെ ലൈവ് ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സ് ഈ ലൈവ് ക്ലാസ് ഗ്രൂപ്പിലാണ് വരിക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. ഓരോ ബാച്ചിന്റെ സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് റാങ്ക് വരെ പിക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ PGയിൽ കിട്ടിയ അല്ലെ, നമ്മൾ കാണിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലെ. നമ്മൾ തന്നെ നമ്മളെ ദ്രോണയുടെ അല്ലെ ഇതിനെ കുറിച്ച് നമ്മൾ തന്നെയല്ലേ പറയേണ്ടത് അല്ലെ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്കിലും അല്ലെ, ഒരു സന്തോഷം കൊണ്ട് കാണിക്കുന്നതാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ ബാച്ചിലും എത്ര PGക്കാരുണ്ട്? ഒരു 60-65 പേര് എല്ലാ വർഷവും ദ്രോണ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ വർഷവും. ഓക്കെ, ഇത് ഡൽഹിയിലുള്ള കോളേജുകളാണ്. അവിടെ കിട്ടിയ കുട്ടികളാണ്. നിങ്ങളെ സീനിയേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിച്ചവരായിരിക്കാം കേട്ടോ. മുഖം കാണുമ്പോൾ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളെ കോഴ്സ് പറഞ്ഞുതരാം കേട്ടോ. കോഴ്സ് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച്. ഒന്ന് സാറ് പ്രധാനമായിട്ട് പറഞ്ഞ നെക്സ്റ്റ് എന്ന് പറഞ്ഞ കോഴ്സ്, അത് പുതിയതായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ കോഴ്സ് തുടങ്ങുന്ന ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മളോട് മാത്രമായിട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യാണ്. നമ്മളെ നെക്സ്റ്റിന്റെ ഈ വർഷത്തെ പുതിയ കോഴ്സ് നമ്മൾ തുടങ്ങുന്നത് ദ്രോണ ആയുർ കമ്പാനിയൻ എന്ന് പറഞ്ഞ ഒരു പെയ്ഡ് ആപ്പ് ഉണ്ട് ദ്രോണക്ക്, അതിലാണ് കേട്ടോ. അപ്പൊ അതിൽ മന്ത്ലി, അതേപോലെ 2 മാസം, അതേപോലെ 3 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവും. അതിൽ പ്രീ റെക്കോർഡഡ് വീഡിയോ, നിങ്ങൾ വിചാരിക്കും പ്രീ റെക്കോർഡഡ് വീഡിയോ ദ്രോണയുടെ കുറെ പ്രീ റെക്കോർഡഡ് വീഡിയോ കണ്ടിട്ടുണ്ട്, അതേപോലെ അല്ല, പുതിയ പ്രീ റെക്കോർഡഡ് വീഡിയോ
പുതിയ നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ അപ്ഡേറ്റ് ചെയ്ത BAMS സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടായിരിക്കും. അപ്പോൾ ഡിസംബർ 2023ക്ക് ശേഷം ഹൗസ് സർജൻസി ചെയ്യുന്നവരും 270 ദിവസം ഹൗസ് സർജൻസി കഴിഞ്ഞവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വരുന്ന നെക്സ്റ്റ് എക്സാമോ അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് വരുന്ന അടുത്ത വർഷത്തെ നെക്സ്റ്റ് എക്സാമോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇടാം. അത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം എഴുതിയാൽ മതി, അല്ലാത്തവർക്ക് ആവശ്യമില്ലല്ലോ കേട്ടോ. ഇനി റെഗുലർ എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ടായിരുന്നു, അതിൽ പോയി രജിസ്റ്റർ ചെയ്യരുത്. അതിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള ബാച്ച് എന്ന് പറയുന്നത് പ്രൈം 2025 മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ചില ആളുകൾ ഞാൻ KVയിൽ പഠിച്ചാണ്, അപ്പോൾ ഇംഗ്ലീഷാണ് ഫ്ലുവന്റ്, അപ്പോൾ ഇംഗ്ലീഷ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് സാർ എനിക്ക് മലയാളത്തിലേക്ക് മാറ്റി തരണം. ഇംഗ്ലീഷ് ബാച്ചിൽ പ്രത്യേകത പറഞ്ഞാൽ ലൈവ് ക്ലാസ് ഇംഗ്ലീഷിലായിരിക്കും, പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. നോട്ട് പിന്നെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലെ ബാച്ചിലായിരിക്കും, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. മലയാളം ബാച്ചിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഹരിസാറ് പറഞ്ഞ പോലെ ഡെയിലി ക്ലാസ്സുകൾ, പല ക്ലാസ്സുകളും ഉണ്ട്. അപ്പൊ മലയാളികളാണെങ്കിൽ കേട്ടോ, മലയാളം കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ മലയാളം ബാച്ചിൽ രജിസ്റ്റർ ചെയ്യാം. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികൾ വരെ മലയാളം ബാച്ചിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആലോചിച്ചിട്ട് ചെയ്യാം. പിന്നെ ഗുരുകുൽ ബാച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നേ ചോദിച്ചിരുന്നു. നമ്മള് നിലവില് ജൂലൈ മാസമായി. പിന്നെ ഗുരുകുൽ ബാച്ചിൽ കൂടുതലും വരുന്നത് ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണ്. അപ്പൊ അവര് ഒക്ടോബർ ആ സമയമാകുമ്പോഴാണ് പൂർണ്ണമായിട്ട് ഹൗസ് സർജൻസി കംപ്ലീറ്റ് ആവുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നവംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസമേ ഉള്ളൂ. 4 മാസം നിങ്ങൾ അവിടെ ഗുരുകുൽ ബാച്ചിൽ വന്നു നിന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ സിലബസ് നമ്മൾക്ക് തീർത്തു തരാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത വർഷം ഏപ്രിലിൽ പരീക്ഷ നടക്കുന്നത് കൊണ്ടും ഗുരുകുൽ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ബാച്ച് ഒരു തൃശ്ശൂർ എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾക്ക് ഓഫ്ലൈൻ ബാച്ചസ് തിരുവനന്തപുരം, തൃശ്ശൂർ, കാലിക്കറ്റ് ഉണ്ട്. അപ്പൊ ചില ആളുകൾ നമ്മൾക്ക് ഗുരുകുൽ ബാച്ച് തൃശ്ശൂർ ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് റൂം എടുത്ത് നിന്ന് കമ്പൈൻ സ്റ്റഡി നടത്തിയവരുണ്ട്, കാലിക്കറ്റ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവരുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ 3 സെന്ററുകളിൽ നിന്ന് പഠിക്കാം, എന്നിട്ട് അവിടെ ഓഫ്ലൈൻ ബാച്ചിലേക്ക് വരാം. ഈ ഓഫ്ലൈൻ ബാച്ച് എന്ന് കളിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഈ ഓഫ്ലൈൻ ബാച്ച് സെപ്പറേറ്റ് ആണോ, ഓൺലൈൻ ബാച്ച് സെപ്പറേറ്റ് ആണോ? മലയാളം 2025 പ്രൈം ബാച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ ബാച്ചേ ഉള്ളൂ. അതിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ 3 സെന്ററിലേക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വരാം. അഡീഷണൽ ഫീസ് ഒന്നുമില്ല, ഇതേ ഫീസേ ഉള്ളൂ. പക്ഷെ എക്സ്ട്രാ ബെനിഫിറ്റ് കുറച്ചും കൂടെ ക്ലാസ്, കോണ്ടാക്ട് ക്ലാസ്, ടീച്ചേഴ്സിനെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈൻ ബാച്ചിലേക്ക് വരാം, അത്രേ ഉള്ളൂ. ഇനി ഓഫ്ലൈൻ ബാച്ചിൽ വരാത്തത് കൊണ്ട് എന്റെ ക്ലാസ്സുകൾ എന്തെങ്കിലും മിസ്സാവോ എന്നൊന്നും പഠിക്കാനില്ല. എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിൽ നിങ്ങൾക്ക് തീർത്തു തരും. അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് നമ്മൾ കുറച്ചുകൂടെ ഗൈഡ് ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓഫ്ലൈൻ ബേസിലേക്ക് വരാം എന്നേ ഉള്ളൂ. ഇനി അടുത്ത കൺഫ്യൂഷൻ, ഞാൻ കഴിഞ്ഞ വർഷം 2024 എഴുതിയതാണ്, കുറച്ച് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റി. സാറ് പറഞ്ഞു ഒന്നും കേട്ടില്ല. ഹരി സാറ് കുറെ പോയിന്റ്സ് ഒക്കെ തന്നിരുന്നു. എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ എന്റേതായ രീതിയിൽ പഠിച്ചു. അപ്പൊ ഞാനൊരു റിപ്പീറ്റർ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യും? റിപ്പീറ്റർ ബാച്ച് ഉണ്ടോ സാർ കഴിഞ്ഞ വർഷത്തെ പോലെ? റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബാച്ച് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോ പ്രൈം ബാച്ചിൽ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ പരീക്ഷ എഴുതിയവരും റിപ്പീറ്റർ ആയിട്ടുള്ളവരും 2023 എഴുതിയവരും എവിടെ രജിസ്റ്റർ ചെയ്യാം? പ്രൈം ബാച്ച് എന്ന് പറഞ്ഞ ബാച്ചിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ആ ഒറ്റ ബാച്ചേ നിലവിലുള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മൾ റിപ്പീറ്റേഴ്സ് ഉണ്ട് എങ്കിൽ അവർക്ക് വേറെ ഗ്രൂപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ രജിസ്ട്രേഷന് ഒറ്റ ബാച്ചേ ഉള്ളൂ, പ്രൈം ബാച്ച്. ഇനി സാർ, ഞാൻ ഇപ്പോഴും ഈ മാസം പരീക്ഷ കഴിഞ്ഞു സാർ, 2019 ബാച്ചാണ്, ഹൗസ് സർജൻസിയിലേക്ക് കയറാൻ പോവാണ്. ഞാനിങ്ങനെ പഠിക്കാൻ വെമ്പി നിൽക്കുകയാണ്. എന്ത് ചെയ്യും സാർ? ഞാൻ ഏത് കോഴ്സിൽ? ഞാൻ 2025 പ്രൈം ബാച്ചിൽ കയറട്ടെ? എന്നിട്ട് 2025 പ്രൈം ബാച്ചിൽ കയറിയിട്ട് ഏപ്രിലിലെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ സാർ എനിക്ക് ബാച്ച് ചേഞ്ച് ചെയ്ത് തരുമോ? എനിക്ക് വേറെ ബാച്ച് വേണം. വേണ്ട, വെറുതെ അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നതിനാണ്. നിങ്ങൾക്കായിട്ട് ലോങ് ടേം ബാച്ച് തുടങ്ങും 2026 നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2025 ബാച്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലോങ് ടേം ബാച്ച് ഫോർ 2026 നിങ്ങൾ ഹൗസ് സർജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ തുടങ്ങും. അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് സാറ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ക്ലാസ്സുകളാണ്. അത് ലൈവ് ക്ലാസ്സുകളുണ്ട്, പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് ഉണ്ട്. ഇനി കോണ്ടാക്ട് ക്ലാസ്സസ് 3 സെന്ററിന്റെ സാറ് പറഞ്ഞ 2 ടീച്ചർ മെത്തേഡ് ഉണ്ട്. പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഡിസംബർ കൊണ്ട് നമ്മുടെ ടോപ്പിക് തീർന്നു കഴിഞ്ഞാൽ ജനുവരി തൊട്ടിട്ട് റിവിഷൻ ക്ലാസ്സുകളുണ്ട്. ഡെയിലി ലൈവ് മീറ്റിംഗ്, അത് ഹരിസാറാണ് വരിക.
കേട്ടോ. പരീക്ഷേന്റെ ലാസ്റ്റ് ഒരു മാസം, ഏപ്രിൽ പരീക്ഷയാണെങ്കിൽ മാർച്ച് പകുതി തൊട്ടിട്ട് സാറ് വരും. ഡെയിലി മീറ്റിംഗ് ഒക്കെ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. നടത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെന്റേഴ്സ് ക്ലാസ്, ഇതുകൂടാതെ ഇനി മെന്റേഴ്സിന്റെ വേറെ ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ ക്ലാസ്സുകളെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സാംസ് ആണെങ്കിലും മന്ത്ലി ട്വൈസ് ആയിട്ട് ആദ്യ എക്സാം, പിന്നെ അത് വീക്ക്ലി ആയി മാറും, പിന്നെ അത് ഡെയിലി ആയി മാറും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യമാണെങ്കിൽ MCQ മിനിമം 100 എക്സാം പേപ്പേഴ്സ് മിനിമം ആണ് പറഞ്ഞത് കേട്ടോ. മിനിമം 100 എക്സാം പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, പരീക്ഷ ആകുമ്പോഴേക്കും. പിന്നെ എല്ലാം ന്യൂ പാറ്റേൺ ആണ് MCQ എന്ന് പറയുന്ന എക്സാംസ്. അതായത് സബ്ജക്ട് വൈസിലും സംഹിത വൈസിലും ഏതൊക്കെ രീതിയിൽ, പിക്ചർ വൈസ് ആണോ, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്നോ ആ പാറ്റേൺ എല്ലാം ന്യൂ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ നമ്മളെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നെക്ടർ നോട്ട്. അത് ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്യും. ഓരോ വർഷം എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു, ഏത് ഏരിയയിൽ നിന്ന് വന്നു, ആ ഏരിയയും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നോട്ട് തരുന്നത്. അതുകൊണ്ടാണ് ദ്രോണ സോഫ്റ്റ് കോപ്പി നോട്ട് കൊടുക്കുന്നത്, ഹാർഡ് കോപ്പി കൊടുക്കാത്തത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും സംശയതാണ്, സാർ നമ്മൾ 21,000 രൂപ തരുന്നില്ലേ സാർ, ഹാർഡ് കോപ്പി തന്നോളൂ സാർ. ഹാർഡ് കോപ്പി 2023 അടിച്ച ഹാർഡ് കോപ്പി കിട്ടിയിട്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? സോഫ്റ്റ് കോപ്പി ആകുമ്പോൾ അതത് വർഷം അപ്ഡേറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത്. ഈ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഹാൻഡ് ബുക്ക് കേട്ടോ. അതായത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു, വളരെ കൺസൈസ് ചെയ്തിട്ട് BMS സിലബസ് ഒരു പോയിന്റ് പോലും മിസ്സാവാത്ത രീതിയിൽ, എന്നാൽ വളരെ ചെറിയ ഒരു ഹാൻഡ് ബുക്ക് അവർക്ക് തയ്യാറാക്കുന്നുണ്ട്. ആ ഹാൻഡ് ബുക്ക് നിങ്ങൾക്കും കൂടെ കിട്ടും കേട്ടോ. അപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ്, ഇതുവരെ ഇല്ലാത്ത ഒരു നോട്ടാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കേട്ടോ. പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം ആവുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. വന്നവിടെ സാറേ എനിക്ക് നാളെ മുതൽ മെന്റർഷിപ്പ്, നിങ്ങളെ പഠിത്തം നോക്കി, നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ, നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ നോക്കിയതിന് ശേഷം മെന്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കും. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ആപ്പാണ്. ഫ്രീ മൊബൈൽ ആപ്പ് ഉണ്ട്, അതിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അല്ല, എനിക്ക് അതിലും കൂടെ ഹൈ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ഒരു 60,000 70,000 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും 3 സ്റ്റാർ പോയിന്റ്സിന്റെ നോട്ട്, 3 സ്റ്റാർ പോയിന്റ്സ് തന്നെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് തരും. അതും ഇപ്പോഴല്ല, അവസാനം റിവിഷന്റെ സമയത്ത് തരും. പിന്നെ റിപ്പീറ്റഡ്ലി ആസ്കിങ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന്റെ നോട്ട്സ്, അതിന്റെ പോയിന്റ്സും തരും. പിന്നെ ഇത് കൂടാതെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, എല്ലാ മെന്ററിന്റെ കീഴിലുള്ള കുട്ടികൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നക്ഷലായിട്ട് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞ തന്നെയാണ്, പേയ്മെന്റ് വെബ്സൈറ്റ് വഴി മാത്രം ചെയ്യുക. ഓക്കെ, ഇത്രയാണ് കോഴ്സിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ സാറ് പേയ്മെന്റ് വെബ്സൈറ്റ് വഴി പറയാന്ന് പറഞ്ഞപ്പോ പേയ്മെന്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പേയ്മെന്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻസ്റ്റാൾമെന്റിൽ കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 7,000 ആണ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, തേർഡ് ഇൻസ്റ്റാൾമെന്റ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞാൽ എനിക്ക് ഏപ്രിൽ വരെ കിട്ടുമെന്നൊന്നും ചോദിക്കരുത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അങ്ങനെയാണ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് കേട്ടോ. ആ രീതിയിലാണ് വെബ്സൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹരിസാറ് പറയും. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. കൺസെഷൻ ഉണ്ടാവും റിപ്പീറ്റേഴ്സിന്. എല്ലാവരും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തിട്ട് നമ്മൾ പുതിയ നോട്ടൊക്കെ ഉണ്ടാക്കണ്ടേ, ഇതുകൊണ്ടാണ് കേട്ടോ. ഗുരുക്കന്മാരെല്ലാം ഉണ്ടാക്കുന്ന, അവർക്കെല്ലാം പേയ്മെന്റ് ചെയ്യണ്ടേ. റിപ്പീറ്റേഴ്സിന് എന്തായാലും കൺസെഷൻ ഉണ്ടാവും. എല്ലാവരും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാം. അന്നേരം റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അവർ ഏത് ബാച്ച് ആയിരുന്നു, കഴിഞ്ഞ വർഷം എത്ര പേയ്മെന്റ് ചെയ്തിരുന്നു കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ് ഡെയിലി അല്ല ഉണ്ടാവുക, അത് സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ.
അതും ഈ 3 സെന്ററുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ഈ മാസം ഉണ്ടാവില്ല, അടുത്ത മാസം തൊട്ടേ ഉണ്ടാവും. ഇൻഷുറൻസ് ബാച്ചിലുള്ള ഒരു കൺസെഷൻ ഉണ്ടാവും. ഇൻഷുറൻസ് ബാച്ചിൽ ആകെ 5000 രൂപയല്ലേ നിങ്ങൾ അടച്ചത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ലൈവ് ക്ലാസ്സിനുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഫീസ് 21,000, 3 ഇൻസ്റ്റാൾമെന്റ് 7x3. ലൈവ് ക്ലാസ് മാത്രമാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോണ്ടാക്ട് ക്ലാസ് ഈ മാസം ഉണ്ടാവില്ല കേട്ടോ. അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ലൈവ് ക്ലാസ് ഗ്രൂപ്പിലുള്ളവർക്ക് ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആണ്. HS കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ലൈവ് ക്ലാസ് ഡീറ്റെയിൽസ് നിങ്ങളെ ഗ്രൂപ്പിലിടും, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലിടും കേട്ടോ. ഇപ്പോഴുള്ള റെഗുലർ ബാച്ചുള്ളവർക്ക് ഹാൻഡ് ബുക്ക് തരും, 100% തരും, ഷുവർ കേട്ടോ, എന്തായാലും തരും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 7,000. HS ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു കൺസെഷൻ ഉണ്ടാവും, മെസ്സേജ് ചെയ്താൽ മതി, കൃപേഷ്. ഒരു ബാച്ചിലേക്ക് മാറേണ്ട ആവശ്യമില്ല. 2 ബാച്ചും ഒരേപോലെയാണ് ഇനി ലൈവ് ക്ലാസ് ഒക്കെ പോവുക. നിലവിൽ ഏത് ബാച്ചിലാണുള്ളത് അതേ ബാച്ചിൽ തന്നെ നിന്നാൽ മതി. അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് ഇല്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. 2019 ബാച്ചിന് 2025 എക്സാം എഴുതാൻ പറ്റില്ല. (2026) പരീക്ഷ എഴുതുന്നവർക്ക് വേറെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കാരണം നിലവിലുള്ള ബാച്ച് 2025 പരീക്ഷ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. HS ബാച്ചിലുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. നമ്മളെ സ്നേഹ മേഡായിരുന്നു നിങ്ങളെ മെന്റർ, സ്നേഹ മേഡത്തിന് മെസ്സേജ് ചെയ്താൽ മതി. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാസം പേ ചെയ്യേണ്ട, 3 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. 3 മാസം കഴിഞ്ഞ് ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സും തരും. ലൈവ് ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം കിട്ടില്ല. ലൈവ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ആ ക്ലാസ്സിന്റെ ആ സബ്ജക്റ്റിന്റെ റിവിഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ എല്ലാ ലൈവ് ക്ലാസ്സിലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ക്ലാസ് മിസ്സായാലും നിങ്ങൾക്ക് അത് റിവിഷൻ സമയത്ത് 100% കിട്ടും, അതിന്റെ ലൈവ് റെക്കോർഡിംഗ് കിട്ടും റിവിഷന്റെ സമയത്ത് കേട്ടോ. ട്രിവാൻഡ്രം ഓഫ്ലൈൻ ക്ലാസ് മ്യൂസിക് കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു ഗാന്ധി ഭവൻ ഉണ്ട്, അവിടെ വെച്ച് അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ. കോച്ചിങ് അവരെ ഹൗസ് സർവൻസി സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ തുടങ്ങും കേട്ടോ. ഹൗസ് സർവൻസി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇപ്രാവശ്യം ഗുരുകുലിന്റെ പറഞ്ഞല്ലോ 4 മാസം നമ്മൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതത് സെന്ററിൽ കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കാം. കമ്പൈൻ സ്റ്റഡി ആയിട്ടൊക്കെ പഠിക്കാം. ഹോസ്റ്റലിന്റെ കോണ്ടാക്ട്സ്, പഴയ കുട്ടികൾ നിന്ന കോണ്ടാക്ട്സ് നമ്മൾ വേണമെങ്കിൽ തരാം. തൃശ്ശൂർ ക്ലാസ് നടക്കുന്ന ബിഷപ്പ് ഹൗസ്, കിഴക്കേ കോട്ട ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നു. കൊല്ലം ഓഫ്ലൈൻ ക്ലാസ് ഇല്ല. ഇനിയൊരു ന്യൂ ബാച്ച് ഉണ്ടാവില്ല. ന്യൂ ബാച്ച് ആണ് പ്രൈം ബാച്ച് കേട്ടോ. നളന്ദ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു പഴയ ഹോട്ടലുണ്ട്. അതിന് തൊട്ടടുത്ത് ഒരു ബാങ്കിന്റെ, കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഹാൾ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ്. റെയിൽവേ സ്റ്റേഷന് ഒരു 1.5 കിലോമീറ്റർ. ഹോസ്റ്റൽ ഫെസിലിറ്റി ദ്രോണക്ക് ഇല്ല. കുട്ടികൾ താമസിക്കുന്ന പ്രൈവറ്റ് ഹോസ്റ്റലിലാണ് കേട്ടോ.
മുന്നേ കുട്ടികൾ താമസിച്ച നമ്പർ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാൻ പറ്റും. സുമയ ഗുരുകുലിന്റെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. സുമയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 9496359703 അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഓൺലൈൻ ക്ലാസ് ഡീറ്റെയിൽസ് നമ്മൾ ലൈവ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈല് രജിസ്റ്റർ ചെയ്തവർക്ക് കാണാൻ പറ്റും, അതിലിടും കേട്ടോ. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഈ വർഷത്തെ PG കിട്ടി. എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്തവർക്ക് ഈ വർഷത്തെ PG കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ഫണ്ട് തിരിച്ചു തരും കേട്ടോ. നമ്മൾക്ക് ഒറ്റ ബാച്ചേ ഉള്ളൂ, പ്രൈം മലയാളം എന്ന് പറഞ്ഞ അക്ഷര. അതിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരേണ്ടവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാം, അല്ലാത്തവർക്ക് ഓൺലൈനിൽ തന്നെ നിൽക്കാം. ഒറ്റ ബാച്ചേ ഉള്ളൂ കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് എക്സ്ട്രാ എമൗണ്ട് ഇല്ല, സെയിം ഫീസാണ്, ഒറ്റ ബാച്ചാണ്. ഓക്കെ, അതായത് ഈ വർഷത്തെ PG എക്സാം എഴുതിയിരിക്കുന്ന ആളാണ്. അവർക്ക് എക്സാം ടഫായിരുന്നു, പക്ഷെ ചിലപ്പോൾ PG കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ അവർ ജോയിൻ ചെയ്യുകയാണ്. അവർക്ക് PG കിട്ടി 2024. അങ്ങനെയാണെങ്കിൽ PG കിട്ടിയ ആളുകൾക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് കേട്ടോ. ബുദ്ധിമുട്ടാവും, ലൈവ് ക്ലാസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അതിന് പല രീതി ഉപയോഗിക്കാം കേട്ടോ. ലൈവ് ക്ലാസ് നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ വേറെ ഡിവൈസ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ. ലൈവ് ക്ലാസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ആകെ ആഴ്ചയിൽ 1 ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ മാക്സിമം ആദ്യ സമയത്ത്. അവസാനം ആവുമ്പോഴേ അത് വീക്കിലി 4-5 ലൈവ് ക്ലാസ്സിലേക്ക് മാറുള്ളൂ. ആഴ്ചയിൽ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? എന്തായാലും 7000 രൂപ അടിച്ചൊരു കോഴ്സിന് കയറുന്നതല്ലേ രൂപ. ഈ ഏത് ഹേമ എപ്പോഴും വേണമെങ്കിലും ജോയിൻ ചെയ്യാം. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യില്ല പ്രൈം ബാച്ചിന്റെ. രജിസ്ട്രേഷൻ ആകുന്നത് 2019 ബാച്ചിന്റെ ഡീറ്റെയിൽ അറിയിക്കാം കേട്ടോ. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അറിയിക്കാം. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ആര്യ അറിയിക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല എങ്കിൽ ഹരി സാർ ഫസ്റ്റ് എക്സാമും ഡീറ്റെയിൽസ് ഒക്കെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തവർക്ക് കാണാൻ പറ്റും കേട്ടോ. ശ്രുതി, യൂഷ്വലി ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 7 മണി അല്ലെങ്കിൽ 7:30, അതിൽ കൂടുതൽ പോവില്ല കേട്ടോ. മാക്സിമം 2 hours ഉണ്ടാവുക. ഒന്നുകിൽ 9 അല്ലെങ്കിൽ 9:30 അതിനുള്ളിൽ തീരും. സൺഡേ മാത്രമേ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഹരിത, നെക്സ്റ്റ് മന്ത് തൊട്ടിട്ടേ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. സാർ ഒരുപാട് ചോദ്യങ്ങളായി, കുഴപ്പമില്ല. സാർ എല്ലാവർക്കും മറുപടി പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ നമ്പർ സാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ജയേഷ് സാറെ? പറഞ്ഞിട്ടുണ്ട് സാർ, പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതി. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നേരത്തെ ലൈവ് ക്ലാസിന്റെ കാര്യം ചോദിച്ചു. ഇതെല്ലാം ഡിപ്പെൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ലൈവ് ക്ലാസ് സത്യം പറഞ്ഞാൽ ഇപ്പൊ 2 ആഴ്ചയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 ആഴ്ചയിലോ ആയിരിക്കും ആദ്യം. പക്ഷേ നമുക്ക് ടോപ്പിക്ക് തീർന്നില്ല, കുറച്ചുകൂടി വേണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചകളിലും എടുക്കും. ഇതൊക്കെ നമ്മൾ ഓരോ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ പ്ലാൻ മാറ്റും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന് നിങ്ങളുടെ ഫീസ് ഒന്നും കൂടുതൽ വാങ്ങില്ല.
ട്ടാ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് തോന്നുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് വരും. എല്ലാ കാര്യങ്ങളും വരും. ഗുരുകുലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് ആലോചിക്കാം. ഞാൻ ഇത്തവണത്തെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് ഗഹനമായിട്ട് ചിന്തിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അത് ഏറ്റെടുക്കാത്തത്. കുറച്ച് ദിവസം കൂടി എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് സമയം ഉണ്ടല്ലോ എന്തായാലും. ട്ടാ. അതുപോലെ ലൈവ് ക്ലാസിന്റെ കാര്യം പറഞ്ഞു. ഏഹ് ഉണ്ടാവും ഉണ്ടാവും. നോക്കാം, നമുക്ക് നോക്കാം. ഞാൻ നോക്കട്ടെ ട്ടാ. എല്ലാവരും ഇനിയുള്ള ഡൗട്ടുകൾ സാറിനോട് അയക്കുക. കുറെയൊക്കെ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എല്ലാ കാര്യത്തിലും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനിയിപ്പോൾ ഇത്തവണത്തെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാ ജോയിൻ ചെയ്യുക. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഫുൾ ക്യാഷും തിരിച്ചു തരും. നിങ്ങൾക്കറിയാലോ, അങ്ങനെ നമ്മൾ ഒരിക്കലും പറ്റിക്കില്ല. ട്ടാ. ബാക്കി ലൈവ് ക്ലാസ്സിലും കോഡാ ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. ഇന്ന് പോകുന്നേക്ക് ട്ടാ. നമുക്ക് ഈ അടുത്ത ആഴ്ചയിൽ ലൈവ് ക്ലാസ് എന്റെ ചരകം ശാരീരവും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചു വിളിക്കാം. ഓക്കെ, അപ്പൊ പോരെ സാറേ? മതി സാർ. ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദ്രോണയുടെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ അയച്ച മെസ്സേജുകൾ ഭയങ്കര, ഞാനിപ്പോഴും ഇത് വായിച്ചു. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഗുണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം പറഞ്ഞു. കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ചു, നമ്മളെ കുറെ കാര്യം പോസിറ്റീവായിട്ട് കുറെ പേര് പറഞ്ഞു. അതിനൊക്കെ എല്ലാവരോടുള്ള നന്ദി പറയുന്നു. എന്നും നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് മുന്നോട്ട് വരാം. ഓക്കെ, ധൈര്യമായിട്ട് വിശ്വസിച്ച് പോന്നോളൂ, നമ്മൾ കൈവിടില്ല, ഉറപ്പാണ്. ട്ടാ. ഇനി എന്തെങ്കിലും ഡൗട്ട് സാറിന് അയക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.